നമസ്കാരം. ആപ്കി അദാലത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ആപ്കി അദാലത്തിൽ ഇന്ന് വരാൻ പോകുന്ന വ്യക്തി എങ്ങനെയുള്ള വ്യക്തിയാണെന്ന് വെച്ചാൽ അദ്ദേഹം 19 വർഷം ക്രിക്കറ്റ് കരിയറിൽ ഉള്ള ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം എങ്ങനെയുള്ള ബൗളറാണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ബൗളിങ്ങിൽ എല്ലാവരും പേടിക്കുമായിരുന്നു. അദ്ദേഹത്തിന്റെ ബാറ്റിങ്ങിലും എല്ലാ ബൗളേഴ്സും പേടിക്കും. ഇന്ന് ആപ്കി അദാലത്തിൽ അദ്ദേഹത്തെ വിചാരണ നടത്താൻ പോവുകയാണ്. പാകിസ്ഥാൻ ടീമിന്റെ പണ്ടത്തെ ടീം ക്യാപ്റ്റൻ വസീം അക്രം ഈ ആപ്കി അദാലത്തിലോട്ട് വന്ന് ഹാജരായിരിക്കുന്നു. ഇന്നിവിടെ കുറ്റം ആരോപിക്കപ്പെട്ട വ്യക്തിയും ജനങ്ങളുമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പക്കൽ ധാരാളം കുറ്റങ്ങളും ആരോപിക്കാനുണ്ട്. അതിനു മുൻപ് ഇന്നത്തെ ജഡ്ജിയായ കല്യാൺ കാർക്കെയോട് അതിനുള്ള അനുവാദം നമുക്ക് ചോദിക്കാം. ഈ നീതിപീഠത്തിന്റെ വിചാരണ ഇപ്പൊ തുടങ്ങുകയാണ്. ആപ്കി അദാലത്തിൽ വസീം അക്രത്തിനെതിരായിട്ടുള്ള വിചാരണ നമ്മളിപ്പോൾ തുടങ്ങുകയാണ്. ആപ്കി അദാലത്തിൽ ക്രിക്കറ്റ് സ്റ്റാർ വസീം അക്രത്തിന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹത്തിന്റെ അറഗൻസ് പാകിസ്ഥാൻ ടീമിന് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി എന്നുള്ളതാണ്. വസീം സാർ, ഇത് സത്യമാണോ? 18ാമത്തെ വയസ്സിലാണ് താങ്കൾ പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിന് വേണ്ടി ആദ്യമായി ക്രിക്കറ്റ് കളിച്ചത്. അപ്പോൾ താങ്കളെ എല്ലാവരും പ്രിൻസ് ഓഫ് പാകിസ്ഥാൻ എന്നാണ് വിളിച്ചിരുന്നത്. ഞങ്ങൾ 89-ലെ സീരീസിന് വേണ്ടി ഓസ്ട്രേലിയയിലേക്ക് പോയപ്പോൾ അവിടെ ഞാൻ ഒരുപാട് വിക്കറ്റുകൾ എടുത്തു. പിന്നെ കുറച്ച് റൺസും സ്കോർ ചെയ്യാൻ കഴിഞ്ഞു. പിന്നെ അവിടെ വെച്ചാണ് ഒരു പാർട്ട്ണർഷിപ്പിൽ എനിക്ക് ഫസ്റ്റ് 100ഉം സ്കോർ ചെയ്യാൻ കഴിഞ്ഞത്. പിന്നെ 1986-ൽ അതിനുശേഷമാണ് ആ ന്യൂസുകളൊക്കെ ന്യൂസ് പേപ്പറുകളിൽ വരാൻ തുടങ്ങിയത്. ഞാൻ 2-3 തവണ വായിച്ചിട്ടുണ്ട്, പക്ഷേ ജനങ്ങൾ അധികം പറഞ്ഞത് കേട്ടില്ല. അതിനുശേഷം താങ്കളെ കിങ് ഓഫ് സിംഗ് എന്ന് വിളിക്കാൻ തുടങ്ങി. അത്ര പെട്ടെന്നൊന്നും ആരും അങ്ങനെ വിളിച്ചിട്ടില്ല. ഞാൻ 10 വർഷം കളിച്ച് വിക്കറ്റുകൾ എടുത്തതിന് ശേഷമാണ് വിളിക്കാൻ തുടങ്ങിയത്. റിവേഴ്സിംഗ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ് ജനങ്ങളും പ്രസ്സും ഒക്കെ അങ്ങനെ ഞങ്ങളെ വിളിക്കാൻ തുടങ്ങിയത്. ധാരാളം ക്ലാപ്പുകളും ധാരാളം പ്രശംസകളും താങ്കൾക്ക് ലഭിച്ചു. അതെ, സത്യമാണ്. ഒബ്വിയസ്ലി ജനങ്ങൾ എത്രമാത്രം സ്നേഹം കാണിക്കണമോ അതിനേക്കാളുമൊക്കെ അധികം അവർ കാണിച്ചിട്ടുണ്ട്. ഞാൻ കളിക്കാത്ത ദിവസങ്ങളിൽ അവർ ക്രിറ്റിസൈസും ചെയ്തിട്ടുണ്ട്. എല്ലാം ഗെയിമിന്റെ ഒരു പാർട്ടാണ്. ഒരുപാട് സ്നേഹം കിട്ടിയിട്ടുണ്ട്. പക്ഷെ താങ്കൾ ക്യാപ്റ്റനായിട്ടുള്ള സമയത്ത് പാകിസ്ഥാൻ തോൽക്കുന്ന സമയത്ത് ഷെയിം ഓഫ് പാകിസ്ഥാൻ എന്ന് ജനങ്ങൾ കൂവി. അതെ, തീർച്ചയായിട്ടും. അതേ ഒരു പാർട്ട് ഓഫ് കൾച്ചറാണ്. അത് കൾച്ചറിന്റെ ഒരു ഭാഗമാണ്. നന്നായിട്ട് കളിക്കുമ്പോൾ എങ്ങനെ ജനങ്ങൾ നമ്മളെ പൊക്കി പറയുന്നു, അതുപോലെ തന്നെ മോശമായിട്ട് കളിച്ചാൽ നമ്മളെ കുറ്റം പറയും. ആൻഡ് അത് നമ്മുടെ കൾച്ചറിന്റെ ഒരു ഭാഗമാണ്. പിന്നെ ജനങ്ങൾ എപ്പോഴും ചോദിക്കാറുണ്ടായിരുന്നു പാകിസ്ഥാൻ എന്തുകൊണ്ട് ഇന്ത്യൻ ടീമിനെതിരെ കൺസിസ്റ്റന്റ് അല്ലാന്ന്. അപ്പം ഞാൻ ചോദിക്കും നമ്മുടെ കൾച്ചറിനകത്ത് എന്ത് കൺസിസ്റ്റൻസിയാണ് ഉള്ളതെന്ന്. പിന്നെ കമ്മിറ്റികൾ ഉണ്ടാക്കും, അതിനകത്ത് തല്ലുകൂടും. സോ ഇങ്ങനെയൊക്കെയായിരുന്നു പാകിസ്ഥാൻ ടീം. ഞങ്ങളും ഒരു പാകിസ്ഥാനിയാണല്ലോ. കൺസിസ്റ്റൻസി എന്ന് വെച്ചാൽ അതിന്റെ പുറകിൽ നല്ലൊരു ബാക്കപ്പ് ഉണ്ടായിരിക്കണം. ഒരു ക്രിക്കറ്റ് ബോർഡ് ഉണ്ടാവണം. ഫുൾ സപ്പോർട്ടും നമുക്ക് കിട്ടണം. അവര് നമുക്ക് ബാക്കിംഗ് ചെയ്യണം. പിന്നെ ഉദാഹരണത്തിന് ഒരു ക്യാപ്റ്റൻ 2 വർഷം തുടരാൻ സാധ്യതയുണ്ട്. അതേപോലെ നന്നായിട്ട് കളിച്ചില്ലേ 2 മാസത്തിലും പുറത്താക്കാം. ഒരുപക്ഷെ ക്യാപ്റ്റൻ 2 വർഷമായി തുടരുകയാണെങ്കിൽ ടീം നല്ല ഡയറക്ഷനാണ് പോകുന്നതെന്നാണ്. താങ്കൾ ക്യാപ്റ്റനായ സമയത്ത് താങ്കൾക്ക് ഒരു ബാക്കിംഗും ഇല്ലെന്നാണോ? ആ സമയത്ത് ഞാൻ വളരെ യങ് ആയിരുന്നു. എനിക്ക് 24 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ഒരുപാട് ഓപ്പർച്യൂണിറ്റികൾ കിട്ടി, കുറച്ചൊന്നും കിട്ടിയില്ല. പിന്നെ ക്രിക്കറ്റ് ബോർഡ് മാറിക്കൊണ്ടേയിരിക്കും. ക്രിക്കറ്റ് ബോർഡിന്റെ കാര്യം നോക്കിയാൽ എവരി 3 മന്തിൽ മാറും. ഒരു ചെയർമാൻ മാറുകയാണെങ്കിൽ അതിന്റെ മൊത്തം അഡ്മിനിസ്ട്രേഷനും മാറും. പക്ഷേ ഇതും സത്യമല്ലേ? താങ്കൾ പാകിസ്ഥാൻ ടീമിന്റെ ക്യാപ്റ്റനായ സമയത്ത് മൊത്തം ടീമും താങ്കൾക്ക് ഓപ്പോസിറ്റായിട്ട് പ്രവർത്തിച്ച് താങ്കൾക്കെതിരായിട്ട് വർക്ക് ചെയ്തവർ. അതെ, അത് ഒരു മാച്ച് സെറ്റിന്റെ തെറ്റായിരുന്നു. തെറ്റ് 2 ഭാഗത്തു നിന്നും ഉണ്ടായി. പിന്നെ മോസ്റ്റ്ലി മേ ബി സിംബാബ്വെ ടീമിലും എനിക്കറിയാം അന്ന് ഈ എക്സാക്ട് സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഓക്കെ, ഞാൻ അർഗൻ്റായിട്ടായിരുന്നു ഇരുന്നത്. അന്ന് എനിക്ക് ഒരു 24 വയസ്സായിരുന്നു. സിംബാബ്വെ ടീമിനെതിരെ ഞാൻ ചില ഡ്രീം വിക്കറ്റ്സ് ഒക്കെ പ്രതീക്ഷിച്ചു. അതിൽ ചില ബാറ്റ്സ്മാൻമാരൊക്കെ അപ്സെറ്റായി. പിന്നെ എനിക്ക് ചില ഡ്രീം വിക്കറ്റുകൾ കിട്ടി. അങ്ങനെ സിംബാബ്വെക്കെതിരെ ഞങ്ങൾ ഫസ്റ്റ് മാച്ച് കളിക്കുകയായിരുന്നു. അവരും വളരെ കഷ്ടപ്പെട്ട് ഞങ്ങൾക്കെതിരെ 2-1 എന്ന നിലയിൽ ജയിച്ചു. അന്ന് ഞങ്ങളുടെ ചീഫ് എക്സിക്യൂട്ടീവ് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ മാജിദ് ഖാൻ ആയിരുന്നു. അദ്ദേഹം ഒരിക്കലും ഒരു ക്രിക്കറ്റ് ടീം പേഴ്സണലായി സപ്പോർട്ട് ചെയ്തിട്ടില്ല. അദ്ദേഹത്തിന്റെ ക്രൈറ്റീരിയ ഒന്ന് മാത്രമാണ്: ഇംഗ്ലീഷ് അറിയാമെങ്കിൽ അയാളെ ക്യാപ്റ്റൻ ആക്കണം, അറിയില്ലെങ്കിൽ അയാളെ ടീമിൽ നിന്ന് പുറത്താക്കണം. സോ ഐ തിങ്ക് ഓൾ ടുഗദർ അതൊരു തെറ്റായിട്ടുള്ള ക്രൈറ്റീരിയ ആണ്. അത് കാരണം പ്ലേയേഴ്സിന് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായി. അവർക്കെതിരായിട്ട് ചില റിവോൾട്ടുകൾ നടത്താമെന്നുള്ള തീരുമാനം വരെ എടുത്തു. അതുകൊണ്ട് തന്നെ അവർ എനിക്കെതിരായിട്ട് റിവോൾട്ട് നടത്തി. പക്ഷേ ഇത് സത്യമല്ലേ? അവർ താങ്കളെ റിവോൾട്ട് ചെയ്തതിന് ശേഷം ഇമ്രാൻഖാൻ അഡ്വൈസ് ചെയ്തില്ലേ, ക്രിക്കറ്റ് വിട്ടേക്ക്, വീട്ടിലിരിക്കെ, ഇതിലെന്താ ഉള്ളതെന്ന്? അതെ, തീർച്ചയായിട്ടും. അദ്ദേഹം പ്രസിന് മുന്നിൽ വെച്ച് ഇങ്ങനെ പറഞ്ഞിരുന്നു. അതായത് വസീമിനെ ന്യൂസിലാൻഡിലേക്ക് അയക്കാൻ പാടില്ല എന്ന്. അവന്റെ പെരുമാറ്റങ്ങളൊന്നും അത്ര ശരിയില്ല. പിന്നെ പ്ലേയേഴ്സ് എല്ലാവരും അവനെതിരാണ്. പിന്നെ ന്യൂസിലാൻഡിൽ പോയിട്ട് അവൻ എന്ത് കാണിക്കാനാണ് എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചത് ജാമീൻ സവദ്, ഒരു 24 വയസ്സുള്ള പയ്യൻ, തന്റെ കൾച്ചറിനെ പറ്റി എന്ത് ചിന്തിക്കാൻ പറ്റുമെന്ന്. പക്ഷേ ഞാൻ റിയലൈസ് ചെയ്തു ക്രിക്കറ്റിന് വേണ്ടി എനിക്ക് എന്ത് വേണേലും ചെയ്യാൻ പറ്റുമെന്ന്. ഫൈറ്റ് ഉണ്ടോ ഇല്ലയോ, ഡിഫറൻസ് ഉണ്ടോ ഇല്ലയോ, എന്തായാലും ഞാൻ പോകണം, കളിക്കണം. ആ ടൂറിലും ഞാൻ പോയി. എന്റെ വൈഫ് ആ ടൂറിൽ എനിക്ക് വളരെ സപ്പോർട്ടീവായിട്ടിരുന്നു. ഞാൻ എന്തായാലും പോകാൻ അവൾ നിർബന്ധിച്ചു. ഞങ്ങളവിടെ പോയി 3 മാച്ചുകളിൽ നിന്ന് ഐ തിങ്ക് 25 to 27 വിക്കറ്റുകൾ ഞാൻ എടുത്തിരുന്നു, 3 ടെസ്റ്റ് മാച്ചുകളിൽ നിന്ന്. ആൻഡ് ഐ തിങ്ക് ഇറ്റ്സ് ഓൾ ജസ്റ്റ് എ മാറ്റർ ഓഫ് ടൈം. പിന്നെ ആ ടൂറിൽ ഞാൻ വേറെ ആരോടൊന്നും പറയാൻ പോയില്ല. ഞാൻ ബോൾ ചെയ്യുമ്പോൾ
ആരും സെലിബ്രേറ്റ് ഒന്നും ചെയ്യാറില്ലായിരുന്നു. ചുമ്മാ അവർ കൈയടിക്കും. 11 ആൾക്കാരും എന്നോട് സംസാരിക്കാറില്ലായിരുന്നു. ഞാനും അവരോട് സംസാരിക്കാൻ പോയില്ല. ആൻഡ് അഗൈൻ ഇൻ ദ എൻഡ് എല്ലാം ടീമിന് വേണ്ടിയല്ലേ. അവരെന്തോ എന്നോട് ദേഷ്യത്തിലായിരുന്നു. ഞാൻ ആ ദേഷ്യം ഫീൽഡിൽ കാണിക്കാൻ തീരുമാനിച്ചു. പിള്ളേരോട് കാണിക്കണമെന്ന് വിചാരിച്ചില്ല. അതുകൊണ്ട് ദേഷ്യം ഫീൽഡിൽ കാണിച്ചു. ചില സമയത്ത് ധാരാളം വഴക്കുകളും കേൾക്കാറുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അല്ല സാർ, അത് റോങ് കോളാണ് സാർ. ആ സമയത്ത് പാകിസ്ഥാൻ ടീമായിട്ട് ഫൈറ്റ് നടന്നപ്പോൾ പോലും, അതായത് ഇന്ത്യയായിട്ട് ഫൈറ്റ് നടന്ന സമയത്തും ബാറ്റ് എടുത്ത് ഒരാൾ മറ്റൊരാളുടെ തല അടിച്ച് പൊട്ടിച്ചിട്ടൊന്നുമില്ല. ചുമ്മാ വഴക്ക് പറയും, അത്രേ ഉള്ളൂ സാർ. മേ ബി ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻസ് ഉണ്ടായിരുന്നു. പിന്നെ മേ ബി ഞങ്ങൾക്ക് അങ്ങനെ വഴക്കൊന്നും ഉണ്ടാവില്ല, പക്ഷേ ഞങ്ങൾ സംസാരിക്കാറില്ലായിരുന്നു. ഇതുവരെ ബാറ്റും സ്റ്റെമ്പും ഒന്നും എടുത്ത് ആരും ആരെയും അടിക്കാനൊന്നും പോയിട്ടില്ല സാർ. എന്നോട് ഒരു ക്രിക്കറ്റർ പറഞ്ഞിരുന്നു, അതായത് സച്ചിൻ തെണ്ടുൽക്കർ ഇംഗ്ലണ്ടിൽ മാച്ച് നടക്കുമ്പോൾ, അതും വേൾഡ് കപ്പിന്റെ സമയത്ത് 2003-ൽ അതെ, അദ്ദേഹം 4ഉം 6ഉം ഒക്കെ അടിക്കുന്ന സമയത്ത് അവിടെ എല്ലാ പാകിസ്ഥാൻ ബൗളേഴ്സും കഷ്ടപ്പെടുമ്പോൾ താങ്കളും വക്കർ യൂനിസും ഗ്രൗണ്ടിൽ വെച്ച് വഴക്കുണ്ടായെന്ന് കേട്ടു. 2003-ൽ സൗത്ത് ആഫ്രിക്കയിൽ വെച്ച്. 3 വർഷം മുന്നേ എനിക്ക് കാര്യം ഓർമ്മയില്ലായിരുന്നു. ഒബ്വിയസ്ലി ഞാനും വക്കാറും വളരെ പ്രഷറിലായിരുന്നു ഉള്ളത്. ഐ തിങ്ക് ഫസ്റ്റ് ഓവറിൽ തന്നെ അദ്ദേഹം ഷോയബിനെ ചേഞ്ച് ചെയ്തു. എനിക്കൊരു കാര്യം നല്ല ഓർമ്മയുണ്ട്, സച്ചിൻ ഒരു ഫേമസ് 6 അടിച്ചു. ഞാനതൊരു TV ചാനൽ വെച്ച് കണ്ടു. അത് എത്ര വർഷം കഴിഞ്ഞാലും എനിക്ക് ഓർമ്മയിലുണ്ടാവും. പിന്നെ ആൻഡ് യു നോ ഹി വാസ് എ മെയിൻ ബോളർ. സോ ഷോയബും കുറച്ചൊന്ന് പേടിച്ചു, പിന്നെ ക്യാപ്റ്റനും പേടിച്ചു. ഒരു ടീമിൽ ക്യാപ്റ്റൻ പേടിക്കുകയാണെങ്കിൽ അത് ശരിക്കും സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. ഞാനപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, സാരമില്ല, ഫ്രീ ആയിട്ട് വിടുമെന്നാണ്. ശേഷം വക്കാർ സൗരവിനെ ഔട്ടാക്കി. ഷോയബും ട്രൈ ചെയ്യട്ടെ എന്ന് ഞാൻ പറഞ്ഞു, കാരണം അദ്ദേഹത്തിന് വിക്കറ്റ് എടുക്കാൻ സാധ്യതയുണ്ടല്ലോ. ആൻഡ് ഐ തിങ്ക് ഞങ്ങൾക്ക് അതിനെപ്പറ്റി ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻസ് ഉണ്ടായിരുന്നു. എന്നെ തേർഡ് മാൻ ആക്കിയതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയി. പക്ഷേ ഇത് സത്യമാണോ? വക്കർ താങ്കൾക്ക് അണ്ടർ ബോൾ ചെയ്യാറുണ്ട്, ആവശ്യമുള്ളത്ര ബോൾ തരാറില്ലെന്ന് കേട്ടു. അല്ലല്ല, അത് തെറ്റാണ്. വക്കാറിന്റെ ക്യാപ്റ്റൻസിയിൽ ഒരിക്കലും അങ്ങനെയൊന്നും നടന്നിട്ടില്ല. അദ്ദേഹം കുറച്ച് എൻഡിൽ, അതായത് 2003 സമയത്ത് പിള്ളേരൊക്കെ വല്ലാതെ ഫീൽ ചെയ്യുമായിരുന്നു, അവർക്ക് വൺ ഡേയിൽ ഇടം കിട്ടിയില്ല എന്ന് പറഞ്ഞ്. അതുകൊണ്ടൊക്കെ തന്നെ ടീമിന്റെ പെർഫോമൻസ് വളരെ നന്നായി. പക്ഷേ അദ്ദേഹം എനിക്ക് അണ്ടർ ബോൾ ഒന്നും ചെയ്തില്ല. ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ ടീം ജയിച്ചല്ലേ തീരൂ. സോ അദ്ദേഹത്തിന് ജയിക്കണമായിരുന്നു. ഒരുപക്ഷെ മെയിൻ ബോളറിന് ബോൾ കൊടുത്തില്ലെങ്കിൽ വിക്കറ്റ് വീഴില്ല. അതിന്റെ പ്രശ്നം തീർച്ചയായിട്ടും ക്യാപ്റ്റനെയാണ് ബാധിക്കുക. അതുകൊണ്ട് ഒരിക്കലും അദ്ദേഹം എന്നോട് അങ്ങനെ ചെയ്തിട്ടില്ല. പക്ഷെ ആ സമയത്ത് പാകിസ്ഥാൻ പ്രസ്സൊക്കെ നോക്കുകയാണെങ്കിൽ തോറ്റതിന്റെ കാരണം അവർ പറയുന്നത് ഇതാണ്, വക്കറിനും താങ്കൾക്കും നടുക്ക് എന്തെല്ലാമോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, അതുകൊണ്ടാണ് തോറ്റുപോയത്. പാകിസ്ഥാൻ പ്രസിന് 10 വർഷത്തോളം ആഘോഷിക്കാൻ ഒരു ടോപ്പിക്ക് കിട്ടി. അതായത് എന്ത് ചെറിയ കാര്യത്തിനും ഇവർ തമ്മിൽ തല്ലുകൂടാറുണ്ട്. യുനോ, അവർക്ക് എന്തെങ്കിലും ചെറിയ കാരണങ്ങൾ മതി. എന്തായാലും എനിക്കും വക്കാറിനും ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻസ് ഉണ്ടായിരുന്നു. അദ്ദേഹം യങ് ആയിരുന്നു, എന്റെ വൈസ് ക്യാപ്റ്റൻ കൂടിയായിരുന്നു. അദ്ദേഹത്തിന് ലേറ്റ് ആയിട്ട് വരുന്ന ശീലമുണ്ട്, അതിപ്പോഴും ഉണ്ട്. പിന്നെ അതെനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു. എനിക്കാണെങ്കിൽ അന്നൊരു എത്തും പിടിയും കിട്ടിയില്ല എങ്ങനെ വക്കാറിനെ ഡിസിപ്ലിൻ പഠിപ്പിക്കാമെന്ന് ഓർത്ത്. പക്ഷേ ഈയിടെയായിട്ട് അദ്ദേഹം മെച്ചപ്പെട്ടിട്ടുണ്ട്. 1 മിനിറ്റ് നേരത്തെ എത്താറുണ്ട്. മുന്നേയൊക്കെ 5 മിനിറ്റ് ലേറ്റ് ആയിട്ടായിരുന്നു വരിക. ഒരു പ്രാവശ്യം ഞാൻ ന്യൂസ് പേപ്പറിൽ വായിച്ചിരുന്നു, അദ്ദേഹത്തിന്റെ കഴുത്തിലെ മസിൽ പുള്ളായി മുകളിലേക്ക് വന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞു വക്കറും വസീമും തമ്മിൽ എന്തോ വഴക്കുണ്ടായി, അങ്ങനെ കഴുത്തെ പിടിച്ചു. ഇല്ലില്ല, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾക്കിടയിൽ അങ്ങനെ കയ്യാങ്കളിയൊന്നും ഉണ്ടായിട്ടില്ല. ഒരിക്കലും വഴക്കും പറയാറില്ല. കുട്ടികളെപ്പോലെയൊന്നും ഞങ്ങൾ അങ്ങനെ ദേഷ്യം പുറത്ത് കാണിക്കാറില്ലായിരുന്നു. ആൻഡ് യു നോ, ഇൻ ദ എൻഡ് ഞങ്ങൾ എപ്പോഴും നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. ഫ്രണ്ട്സ് ഓഫ് ഒപ്പീനിയൻസ് ഉണ്ടെങ്കിലും വി ആർ ഓക്കെ. പിന്നെ ഇപ്പോഴും ഞങ്ങൾ വളരെ നല്ല ഫ്രണ്ട്സ് ആണ്. ദാറ്റ്സ് ഗുഡ് സൈൻ. ജാവേദ് മിയാനാഥൻ താങ്കളെ വളരെയധികം ക്രിട്ടിസൈസ് ചെയ്തു. അതെ, വളരെയധികം. അദ്ദേഹം എപ്പോഴും എന്നെ ക്രിട്ടിസൈസ് ചെയ്യാറുണ്ട്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാ, ഐ മീൻ, ഞാൻ ഒരു കാര്യം മാത്രം പറയാം, എന്നെ ടീമിലേക്ക് കൊണ്ടുവന്നത് അദ്ദേഹമാണ്. അതിൽ ഒരു ഡൗട്ടുമില്ല. അദ്ദേഹം എന്നെ തെരഞ്ഞെടുത്തപ്പോൾ അതൊരു 3ാമത്തെ ടെസ്റ്റ് മാച്ച് ആയിരുന്നു, അത് ഫസ്റ്റ് ക്ലാസ് മാച്ചിൽ. തേർഡ് ഫസ്റ്റ് ക്ലാസ് ഗെയിം വാസ് ദ ഫസ്റ്റ് ടെസ്റ്റ് മാച്ച്. സോ ഞാൻ ടീമിലേക്ക് ഒരു ഫ്ലൂക്ക് ആയിട്ടാണ് വന്നത്. അന്ന് ജാവേദ് എന്നെയും ടീമിൽ ചേർത്ത് ന്യൂസിലാൻഡിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അദ്ദേഹമായിരുന്നു ക്യാപ്റ്റൻ. പിന്നെ എൻഡിൽ ഞാൻ അദ്ദേഹത്തെ ഡ്രോപ്പ് ചെയ്തു. ആൻഡ് ഇൻ 94-ൽ ഡ്രോപ്പ് ചെയ്തുകൊണ്ട് അദ്ദേഹം എന്നെ ഒരുപാട് ക്രിട്ടിസൈസ് ചെയ്തു. ഇപ്പോഴും അദ്ദേഹം എന്നോട് ദേഷ്യത്തിലാണുള്ളതെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ ഇത് തെറ്റല്ലേ? ആരാണോ താങ്കൾക്ക് ക്രിക്കറ്റിൽ ചാൻസ് നൽകിയത്, ആരാണോ ഉയർത്തിക്കൊണ്ട് വന്നത്, ചാൻസ് നൽകി അദ്ദേഹത്തെ താങ്കൾ ഡ്രോപ്പ് ചെയ്തത് ശരിയാണോ? ഒരാൾക്ക് നടക്കാൻ പറ്റാത്ത സമയത്ത് കൊണ്ടുപോയി ടീമിൽ ചേർത്തുകൊണ്ട് അദ്ദേഹത്തെ ഞാൻ തിരിച്ച് ടീമിലെടുക്കാൻ പറ്റുമോ? നമ്മുടെ രാജ്യത്തിന്റെ നന്മയെപ്പറ്റി നമ്മൾ ചിന്തിക്കണം. പാകിസ്ഥാൻ രാജ്യത്തിന്റെ ടീമിന് വേണ്ടിയാണ് ഞാൻ കളിക്കുന്നത്. നമ്മുടെ രാജ്യം ജയിക്കണം. അദ്ദേഹം എനിക്ക് 20 വർഷം മുന്നേ സഹായം ചെയ്തു എന്ന് വെച്ച് ഞാൻ അദ്ദേഹത്തെ തിരിച്ചെന്ന് സഹായിക്കണമെന്നില്ല. അങ്ങനെ ചെയ്താൽ ഒരു യങ് പ്ലെയറിന് അവസരം കിട്ടാതാവും. അതുകൊണ്ടാണ് ടീമിലെടുക്കാതെ വരുന്നത്. താങ്കൾ പറഞ്ഞ ഇക്കാര്യം എനിക്ക് മനസ്സിലായി. വക്കറിന്റെ കൂടെ താങ്കൾ 10 വർഷം സംസാരിച്ചിട്ടേ ഇല്ല ഫീൽഡിൽ വെച്ച്. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ജാവേദ് മിയാനാഥിന്റെ കൂടെ വഴക്കുണ്ടാകാറുണ്ടല്ലേ? ഇല്ലില്ല, ഒരിക്കലും ഇല്ല. അദ്ദേഹം ഒരു വലിയ മനുഷ്യനാണ്. ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഒരുപക്ഷെ അദ്ദേഹം താങ്കളുടെ അടുത്ത് അങ്ങനെ ഇല്ലില്ല, ഒരിക്കലും അദ്ദേഹം എന്നോടും അങ്ങനെയൊന്നും പെരുമാറിയിട്ടില്ല. പിന്നെ അദ്ദേഹത്തെ ഡ്രോപ്പ് ചെയ്തതിന് ശേഷം ഞങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ടായി. എപ്പോഴൊക്കെ ഒരു യങ് ക്യാപ്റ്റൻ ടീമിലേക്ക് വന്നാലും, ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ യുവരാജിനെ ഇന്ത്യൻ ടീം ക്യാപ്റ്റൻ ആക്കിയിരുന്നെങ്കിൽ, സച്ചിൻ തെണ്ടുൽക്കർ ലേറ്റ് ആയിട്ട് വരാൻ തുടങ്ങിയിരുന്നുവെങ്കിൽ, ഡിസിപ്ലിൻ അറിയാതെ യുവരാജ് എന്ത് ചെയ്യണമെന്നറിയാതെ സംശയിച്ച് നിന്നു പോകുമായിരുന്നു.
അദ്ദേഹം എത്ര വലിയ ഗ്രേറ്റ് പ്ലെയർ ആണ്. അദ്ദേഹം മനഃപൂർവ്വം ജനങ്ങളുടെ സംസാരവും കേട്ട് എന്റെ അടുത്ത് വന്ന് സംസാരിക്കാറുണ്ട്. ഞാനും അങ്ങനെ തന്നെ. ആ ഒരു കാരണമല്ലാതെ ഞങ്ങൾക്കിടയിൽ പേഴ്സണലായിട്ട് വേറൊന്നുമില്ല. ഞാനൊരു വലിയ പ്ലെയർ ആണ്, എനിക്ക് ഇഷ്ടത്തിന് നടക്കാമെന്നൊന്നും അദ്ദേഹം ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. പ്രായമുള്ളവരെ ബഹുമാനിക്കണമെന്ന് എനിക്ക് ഈ കുട്ടിക്കാലത്ത് തന്നെ പറഞ്ഞു. താങ്കൾ മിണ്ടാതിരിക്കും അല്ലേ? യാ, അതാണ് നല്ല വഴി. ഇനിയും ധാരാളം കുറ്റങ്ങൾ താങ്കളുടെ പേരിലുണ്ട്. അതിന്റെ ഒരു വലിയ ലിസ്റ്റ് തന്നെ എന്റെ പക്കലും ഐ ക്യാൻ ഇമാജിൻ. ഒരു ബ്രേക്കിന് ശേഷം നമുക്ക് തിരിച്ചു വരാം. ആപ്കി അദാലത്തിൽ ഇപ്പോൾ ഒരു ബ്രേക്കാണ്. അതിനുശേഷം നമ്മൾ തിരിച്ചു വരും. ആപ്കി അദാലത്തിൽ നമ്മൾ വിചാരണ നടത്തിക്കൊണ്ടിരിക്കുന്നത്, ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് പാകിസ്ഥാൻ ക്രിക്കറ്ററായ വസീം അക്രത്തിനോടാണ്. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ പാകിസ്ഥാൻ ക്രിക്കറ്റർ വസീം അക്രത്തിന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം മനഃപൂർവ്വം കോൺട്രവേഴ്സീസ് സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ്. വസീം സാർ, ധാരാളം കോൺട്രവേഴ്സികളുണ്ട്. വെസ്റ്റ് ഇൻഡീസിൽ പോയപ്പോൾ അവിടെ ന്യൂസ് പേപ്പറിൽ എന്താ വന്നെന്ന് വെച്ചാൽ താങ്കൾ ഗഞ്ചാവ് അടിച്ച് ക്രിക്കറ്റ് കളിക്കാൻ വന്നെന്നാണ് കേട്ടത്. അതെ, അങ്ങനെ ഒരു കോൺട്രവേഴ്സി ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ പോലെ കുട്ടിക്കാലത്ത് ഒരുപാട് തെറ്റുകൾ നടന്നിരുന്നു. ആ തെറ്റുകളിൽ നിന്നാണ് ഞാൻ പാഠങ്ങൾ പഠിച്ചത്. ദാറ്റ്സ് വാട്ട് മാറ്റേഴ്സ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ. താങ്കൾ ഇർഫാൻ പഠാന് ബോളിംഗ് ക്ലാസ് എടുക്കുന്ന സമയത്ത് അന്നത്തെ ന്യൂസ് പേപ്പറിൽ എന്താ പറഞ്ഞെന്ന് വെച്ചാൽ താങ്കൾ പാകിസ്ഥാൻ ക്രിക്കറ്റിന് വലിയ നഷ്ടമാണ് ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. താങ്കൾ പാകിസ്ഥാൻ ടീം തോൽക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്നും അവർ നോക്കൂ, ഇതൊക്കെ ബുദ്ധിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അവർക്കൊന്നും ഒട്ടും തന്നെ ബുദ്ധിയില്ലാന്ന് തന്നെ പറയാം. ഇപ്പോൾ ഞാൻ ഇർഫാൻ പഠാനോട് പറഞ്ഞത് ഗ്രിപ്പിനെ പറ്റിയാണ്, പിന്നെ സ്വിങ്ങിനെ പറ്റിയുമാണ്. പാകിസ്ഥാൻ പ്ലേയേഴ്സ് തന്നെ എന്നെ അതിനെ കുറ്റപ്പെടുത്തുകയുണ്ടായി. ഇർഫാൻ പഠാൻ അന്ന് 4 പേരെ ഔട്ടാക്കിയപ്പോ എന്റെ ടിപ്സ് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചെന്ന് പറഞ്ഞു. ഞാൻ അവരുടെ മുഖത്ത് തന്നെ നോക്കി നിന്നു. നീ നന്നായിട്ട് കളിക്കുകയാണെങ്കിൽ എങ്ങനെ ഔട്ടാവുക? ഇതിൽ എന്നെ എന്തിനാ ഇങ്ങനെ കുറ്റം പറയുന്നതെന്ന് ചോദിച്ചു. അതൊരാളുടെ വേസ്റ്റ് മെന്റാലിറ്റിയാണ് കാണിക്കുന്നത്. ഇർഫാന് നല്ല ടാലന്റ് ഉണ്ട്, അദ്ദേഹം നന്നായിട്ട് ബോൾ ചെയ്തു. ഞാനൊന്ന് പറഞ്ഞ ഉടനെ അദ്ദേഹം വളരെ നന്നായിട്ട് അത് പിക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ക്രെഡിറ്റ് ഇർഫാനുള്ളതാണ്, അല്ലാതെ എനിക്കല്ല. അദ്ദേഹം 1 മാസം കൊണ്ട് തന്നെ എല്ലാം പിക്ക് ചെയ്തെടുത്തു. ആൻഡ് അത് ഒരു ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. ആൻഡ് ഹി ഡിഡ് ഇറ്റ് വെൽ ആൻഡ് ഐ എം ഹാപ്പി ഫോർ ഹിം. പാകിസ്ഥാൻ പ്രസിഡന്റിനെ പറ്റി കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ഞാൻ അതിനെപ്പറ്റി കെയർ ചെയ്യുന്നില്ല, ഇനി ഒരിക്കലും ചെയ്യുകയുമില്ല. ഇപ്പോൾ താങ്കൾ കൊടുത്ത ആ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് ഞാൻ പറയാം. 2005 സംഭവിച്ചൊരു കാര്യമാണ്. അതായത് വെസ്റ്റ് ഇൻഡീസ് ടൂറിന്റെ സമയത്ത് ഷോഹൈബ് അഖ്തറിനെ ടീമിൽ ചേർത്തില്ല. അപ്പോൾ പാകിസ്ഥാനിലെ പത്രക്കാരെന്താ എഴുതിയെന്ന് വെച്ചാൽ നിങ്ങൾ സെലക്ടേഴ്സിനെല്ലാം ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ്. അതെ, ഞാൻ അങ്ങനെ പറഞ്ഞിരുന്നു. ഐ തിങ്ക് ഞാൻ ക്രിക്കറ്റിന് ശേഷമാണ് അങ്ങനെ റിയലൈസ് ചെയ്തത്. എന്റെ മനസ്സിലുള്ളതൊക്കെ പറയാവുന്നു. ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത് നമ്മളൊരു ലിമിറ്റിനകത്ത് നിന്നുകൊണ്ട് സംസാരിക്കണം. സംസാരത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ പിന്നെ PCB നമ്മളെ ബാൻ ചെയ്യും, അതല്ലെങ്കിൽ ഫൈൻ ഇടും. സോ എന്റെ മനസ്സിന് എന്താണ് ശരിയെന്ന് തോന്നുന്നത് അത് ഞാൻ പറഞ്ഞേ തീരൂ. അതിനകത്ത് ഒരു തെറ്റുണ്ടെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ കൾച്ചറിൽ ജനങ്ങൾ തുറന്നു പറയുന്നില്ല. എനിക്ക് PCBയിൽ ജോലിയൊന്നും ആവശ്യമില്ല. മാത്രമല്ല വേറെ ഒരു ഓർഗനൈസേഷനിലും. ഞാൻ എന്റെ ഈ ജോലിയിൽ ഇപ്പൊ സന്തുഷ്ടനാണ് വിത്ത് ESPN ആൻഡ് സ്റ്റാർ സ്പോർട്സ് ആൻഡ് ഐ ആം എൻജോയിങ് ലൈഫ്. ഇൻഫാക്ട് ഞാൻ ബ്ലാക്കിനെ ബ്ലാക്ക് എന്ന് പറയാതെ വൈറ്റ് എന്ന് പറഞ്ഞാൽ അത് ഞാൻ ചെയ്യുന്ന ഒരു തെറ്റ് തന്നെയല്ലേ? ഇത് കൺസിസ്റ്റൻസി അല്ല. ഒരു സമയത്ത് താങ്കൾ അദ്ദേഹത്തെ ടീമിൽ ചേർക്കുന്നു, കുറച്ചുനാൾ കഴിഞ്ഞ് September 5, 2005 താങ്കളുടെ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് വെച്ചാൽ ഷോഹൈബ് കൂടുതൽ സംസാരിക്കുന്നു, കുറച്ച് കളിക്കുന്നു എന്ന്. അദ്ദേഹം ടീമിനകത്ത് വരുന്നതിനെ പറ്റിയൊന്നുമല്ല, അത് ടോട്ടലി ഡിഫറന്റ് ആയിട്ടുള്ള ഒന്നാണ്. അതിനും ഇതിനും യാതൊരു ബന്ധവുമില്ല. അദ്ദേഹം സ്റ്റുപ്പിഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തു, ഞാനൊരു ജംബോ ജെറ്റ് ആണെന്ന്. ഐ എം ലൈക്ക് എ ഫെറാറി. പിന്നെ അദ്ദേഹം ഓസ്ട്രേലിയയിൽ പോയിട്ട് പറഞ്ഞു അവർ 10 പേർക്കെതിരെ ഞാൻ ഒറ്റയ്ക്ക് പൊരുതി നിന്നു എന്നൊക്കെ. ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റുകൾ കൊടുക്കുമ്പോൾ നമ്മളും തിരിച്ചെന്തെങ്കിലുമൊക്കെ പറഞ്ഞേ തീരൂ. ഡ്രോപ്പ് ചെയ്യുന്നത് ന്യായമാണ്. പിന്നെ അത് ക്യാപ്റ്റന്റെയും കോച്ചിന്റെയും ജോലി കൂടിയാണ്. ഡിസിപ്ലിൻ ഇല്ലാത്തവർക്ക് ഡിസിപ്ലിൻ പഠിപ്പിച്ചു കൊടുക്കുന്നത്. തിരിച്ചു വന്നതിന് ശേഷം കൊച്ചുകുട്ടികളെ പോലെ PCBയുടെ അടുത്ത് അദ്ദേഹം കംപ്ലൈന്റ് പറയാറില്ല. ഒരു തവണ ടോപ്പ് പ്ലെയറിനെ ടൂറിൽ നിന്ന് തിരിച്ചയക്കുകയാണെങ്കിൽ ഇനി ഡിസിപ്ലിൻ പഠിപ്പിക്കണമെങ്കിൽ ടോപ്പിൽ നിന്ന് പഠിപ്പിക്കണം. നിങ്ങൾക്ക് ഗഡ്സ് ഉണ്ടെങ്കിൽ, ബേസിക്കലി ഞാൻ മൈൽഡ് ആയിട്ടുള്ള വേർഡ്സേ യൂസ് ചെയ്യുന്നുള്ളൂ. ഇഫ് യു ഹാവ് ദ ഗഡ്സ്, അവിടെ നിന്ന് ഷോയിബിനെ തിരിച്ചയച്ച് അവർക്ക് ഡിസിപ്ലിൻ പഠിപ്പിക്കുകയാണെങ്കിൽ ഷോയിബ് മാത്രമല്ല ടീം മൊത്തം തിരുത്തിയാനെ. തിരിച്ചു വന്നതിന് ശേഷം നമ്മൾ ക്രിക്കറ്റ് ബോർഡിനെ കംപ്ലൈന്റ് ചെയ്യുന്നു. താങ്കൾ ക്യാപ്റ്റൻ ആയിരുന്നെങ്കിൽ ഷോഹൈബിന്റെ കാര്യത്തിൽ എന്ത് ചെയ്യുമായിരുന്നു? എന്റെ ക്യാപ്റ്റൻസിയിലും ഷോയിബ് കളിച്ചിട്ടുണ്ട്. 99 ഞാൻ ക്യാപ്റ്റൻ ആയിരുന്നു. ഞാൻ 2-3 വഴക്ക് പറഞ്ഞ് തിരിച്ചയക്കും, അപ്പോഴൊക്കെ അവൻ നന്നായിക്കോളും. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറയുമായിരുന്നില്ലേ താങ്കൾക്ക് ഭ്രാന്ത് പിടിച്ചു വഴക്ക് പറയുന്നു? ബിലീവ് മീ, ജനങ്ങൾ അദ്ദേഹം പറയുന്നതിനേക്കാളും ഞാൻ പറയുന്നതാണ് വിശ്വസിക്കുക. കാരണം അവർക്കറിയാം ആർക്കാണ് ഭ്രാന്തെന്ന്. മറ്റൊരു ന്യൂസും വന്നിരുന്നു, താങ്കൾ ഇന്ത്യൻ ടീമിന് കോച്ചാകാൻ ആഗ്രഹിക്കുന്നുവെന്ന്. ഇല്ലില്ല, അതൊക്കെ കുറച്ച് ഓവറാണ്. എനിക്കാരും അങ്ങനെ ഒരു ഓഫറും വെച്ചിട്ടില്ല. പക്ഷെ ആ സമയത്ത് ഞാൻ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. ഞാൻ ESPNൽ ജോയിൻ ചെയ്ത സമയം. സോ ഞാൻ ഒരു സിറ്റിയിൽ നിന്ന് മറ്റൊരു സിറ്റിയിലേക്ക് ട്രാവൽ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോഴാണ് ഞാൻ ഈ കാര്യത്തെ ഒരു ന്യൂസ് പേപ്പറിന്റെ ഫ്രണ്ട് പേജിൽ വായിച്ചത്. ഞാൻ പറഞ്ഞു എനിക്ക് ഓഫറൊന്നും വന്നില്ലല്ലോ, ആരാ ഇങ്ങനെ എഴുതിയത്? ഒരുപക്ഷെ വന്നിരുന്നെങ്കിൽ ഞാൻ ഹാപ്പി ആയിരുന്നേനെ.
എനിക്കൊരു ഓഫറും വന്നിട്ടില്ല. ഒരുപക്ഷെ ഇന്ത്യൻ ടീമിന് കോച്ചാകാനുള്ള സന്ദർഭം കിട്ടിയിരുന്നേ താങ്കൾ അക്സെപ്റ്റ് ചെയ്യുമായിരുന്നു. എനിക്ക് കോച്ചിങ് സ്കില്ലില്ല, കൺസൾട്ടൻസി ഉണ്ട്. ആ വിധത്തിൽ ഞാൻ സഹായിച്ചേനെ. ഞങ്ങളുടേത് ഒരു വിചിത്രമായിട്ടുള്ള കൾച്ചറാണെന്ന് പറയണം. ആരാണെങ്കിലും കോച്ചാവാൻ താല്പര്യപ്പെടും. പാകിസ്ഥാൻ ടീമിന്റേതും ഇന്ത്യൻ ടീമിന്റേതും. അലൻ ബോർഡറിനെ നോക്കൂ, അദ്ദേഹം അണ്ടർ-19 ടീമിന്റെ കോച്ചായി. അദ്ദേഹത്തിന് നല്ല പ്ലേയേഴ്സിനെ സൃഷ്ടിക്കാൻ പറ്റും അദ്ദേഹത്തിന്റെ നാടിന് വേണ്ടി. പക്ഷേ ഇവിടെ നിന്ന് പോകുന്നവർ കാശ് അധികം കിട്ടാൻ വേണ്ടിയോ എക്സ്പോഷർ കിട്ടാൻ വേണ്ടിയാണ്. രാജ്യത്തിന് സേവനം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അണ്ടർ-19 കോച്ചാവണം. പിള്ളേർക്ക് പഠിപ്പിക്കൂ, അവർ ഭാവിയിൽ നല്ല പ്ലേയേഴ്സായി മാറും. പബ്ലിക്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടോ? അദ്ദേഹം. വസീം സാർ, നിങ്ങൾ ക്രിക്കറ്റിൽ ഫേമസ് ആയ ആൾക്കാരിൽ ഒരാളാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾ എന്തുകൊണ്ടാണ് ഒരു ടീമിന്റെ കോച്ചാവാൻ ആഗ്രഹിക്കാത്തത് സർ? നിങ്ങളുടെ ഇന്റർവ്യൂ പഠിച്ചപ്പോൾ നിങ്ങൾക്ക് കോച്ചാവാൻ ആഗ്രഹമില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരുപാട് പേര് എന്നോട് ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ട് നിങ്ങൾക്ക് പാകിസ്ഥാന്റെ കോച്ച് ആയിക്കൂടാ എന്ന്. ഇർഫാൻ പഠാൻ ഒരു കാര്യം പറഞ്ഞു കൊടുത്തപ്പോൾ തന്നെ പാകിസ്ഥാനുള്ള എല്ലാ ന്യൂസുകാരും എന്നെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ എഴുതി. കോച്ചിങ് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്കില്ലാണ്. അതിന് പേഷ്യൻസ് വേണം, പിന്നെ ഓർഗനൈസ് ചെയ്യാനും അറിയണം. എനിക്കത് രണ്ടും തന്നെ ഇല്ല. പക്ഷേ എന്തെങ്കിലും എനിക്ക് ഈ ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അതിനെപ്പറ്റി ചിന്തിക്കും. കൺസൾട്ടന്റ് ആവാൻ പറ്റും. പറ്റാവുന്നത്ര ഞാൻ ക്രിക്കറ്റിന് വേണ്ടി ചെയ്യും. യങ് കളിക്കാർ, അത് ഏത് നാഷണാലിറ്റി ആണെങ്കിലും ശരി, അവർക്ക് ഗൈഡൻസ് കൊടുക്കേണ്ടത് എൻ്റെ കടമ തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇർഫാന് പറഞ്ഞത്. അതുപോലെ മറ്റു ബോളേഴ്സിനും ഞാനത് ചെയ്യാറുണ്ട്. ഞാൻ പോയിട്ട് പാകിസ്ഥാൻ ബോർഡിനോട് എനിക്ക് അവിടെ എന്തെങ്കിലും ജോലി തരണമെന്നും പറഞ്ഞ് അവരുടെ വാതിലിന് മുന്നിൽ നിൽക്കാൻ പറ്റില്ല. ഈ അടുത്തായിട്ട് എനിക്ക് അവരുടെ ലെറ്റർ വന്നിരുന്നു. ഇതിൽ ഫണ്ണി ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ PCBയുടെ അടുത്ത് നിന്ന് എനിക്കൊരു ലെറ്റർ വന്നു. അതൊരു 2-3 ആഴ്ച മുന്നേ ആയിരുന്നു. അതിൽ എന്തൊക്കെ ജോബ്സ് അവൈലബിൾ ആണ് എന്ന് എഴുതിയിരുന്നു. അതിലൊന്ന് ഡയറക്ടർ ഓഫ് നാഷണൽ അക്കാദമി എന്നുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണെന്നാൽ ലെവൽ 1 ലെവൽ 2 കോച്ചിങ് കോഴ്സ് കംപ്ലീറ്റ് ആക്കുകയാണെങ്കിൽ ആ ജോലി കിട്ടുമെന്ന്. അതായത് 400 വൺ ഡേ കളിച്ചിട്ടുണ്ട്, 150 ടെസ്റ്റ് മാച്ച് കളിച്ചിട്ടുണ്ട്. ഇറ്റ് ഡസൻ മാറ്റർ. പക്ഷേ ലെവൽ 1 and 2 കോച്ചിങ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം. അതും ഇംഗ്ലണ്ടിൽ സായിപ്പിൻ്റെ അടുത്ത് പോയിട്ട്. പക്ഷേ വസീം, ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ 400 മാച്ചുകൾ കളിച്ചൊരു വ്യക്തി, ഇത്രയും വൺഡേകൾ കളിച്ചൊരു വ്യക്തി, പാകിസ്ഥാൻ ടീമിന് ധാരാളം വിജയങ്ങൾ നേടിക്കൊടുത്ത ഒരു വ്യക്തി, അദ്ദേഹത്തെ ടീമിൽ നിന്നും പുറത്താക്കിയിരിക്കുകയാണ്, ഈ പാലിൽ നിന്ന് ഈച്ച എടുത്ത് കളയുന്നത് പോലെ. എഗെയിൻ ഇത് നടന്നില്ലെങ്കിലാണ് എനിക്ക് ഷോക്കിംഗ് ആയിട്ട് തോന്നുക. എഗെയിൻ ഇത് കൾച്ചറിന്റെ ഒരു പാർട്ടാണ്, ഒഴിച്ചുകൂടാനാവാത്തോന്ന്. സൗരവ് ഗാംഗുലിക്ക് ഇപ്പം എന്താ സംഭവിക്കുന്നത്? അദ്ദേഹത്തെയും ഇപ്പം ഇങ്ങനെയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വീണവരെ വീണ്ടും വീഴ്ത്തുകയാണ്. പക്ഷേ അത് ഓപ്പോസിറ്റായിട്ട് മാറേണ്ടതുണ്ട്. ഒരുപക്ഷെ ഇപ്പോൾ സൗരവ് ഗാംഗുലിക്ക് 33 വയസ്സാണെന്ന് വെക്കുക. ഇന്ന് അദ്ദേഹം ശരിക്കും കളിച്ചില്ല, അദ്ദേഹം ഔട്ട് ഓഫ് ഫോമിലാണ്. പക്ഷെ അദ്ദേഹം ക്രിക്കറ്റിലുണ്ട്. അദ്ദേഹം ക്യാപ്റ്റൻ അല്ല, ഓക്കെ. പക്ഷെ അദ്ദേഹം ക്രിക്കറ്റിൽ ഉള്ളത് കൊണ്ട് കുറച്ച് ബാക്കിംഗ് ചെയ്യണം. അദ്ദേഹത്തിന് ബാക്കിംഗ് ചെയ്താൽ ജനങ്ങൾ എന്തിനു വേണ്ടി ബാക്കിംഗ് ചെയ്യുന്നു എന്ന് ചോദിക്കുന്നു. കാരണം അദ്ദേഹം കടന്നു പോകുന്നത് എന്തിലൂടെയാണെന്ന് എനിക്കറിയാം. സോ ആസ് എ പ്ലെയർ ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഐ ആം അൺസാറ്റിസ്ഫൈഡ്. ഇങ്ങനെ തന്നെയാണ് അവർ എന്നെയും പുറത്തെടുത്ത് കളഞ്ഞത്. ഇത്രയും പേരും പ്രശസ്തിയും നേടിയ ഒരു വ്യക്തിയെ എടുത്തു കളയുമ്പോൾ താങ്കളായിരുന്നേൽ എങ്ങനെ ഫീൽ ചെയ്തേനെയും? അവർ ചെയ്തത് ശരിയാണോ തെറ്റാണോ? തീർച്ചയായും. പക്ഷേ അതിനുവേണ്ടി ഞാൻ റിഗ്രറ്റ് ചെയ്തിട്ടില്ല. റിട്ടയർ ആയതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. കൂടിപ്പോയ 6 മാസം കൂടി എനിക്ക് കളിക്കാൻ പറ്റുമായിരുന്നുള്ളൂ. ഒരു വർഷത്തിന് ശേഷം എന്നെ ഡ്രോപ്പ് ചെയ്യുന്നതിന് പകരം ഞാനായിട്ട് ഒഴിഞ്ഞു മാറുന്നത് നല്ലതല്ലേ? ജനങ്ങൾ ഇപ്പോഴും പറയും നിങ്ങൾക്ക് ഒരു വർഷം കൂടെ കളിക്കാമായിരുന്നു എന്ന്. പിന്നെ പറയും അദ്ദേഹത്തിന് വയസ്സായി, അവരെ മാറ്റുമെന്ന്. എപ്പോഴും ഇന്ത്യയിൽ ക്രിക്കറ്റ് മാച്ച് ആയാലും ശരി, ഹോക്കി മാച്ച് ആയാലും ശരി, അതായത് ഈ സ്പോർട്ട് സ്പിരിറ്റ് എന്നൊക്കെ പറയുമ്പോൾ അതിൽ ഒരുപാട് കളിയൊന്നും ഉണ്ടാവില്ല, വഴക്ക് മാത്രമേ കാണത്തുള്ളൂ. അപ്പൊ വഴക്ക് കൂടുമ്പോൾ കളിക്കാനുള്ള കളിയെല്ലാം കുറഞ്ഞു പോയേക്കും. നിങ്ങൾ ശത്രുവിനെ പോലെ കളിക്കണമെന്ന് ആഗ്രഹിക്കുന്നേ? നിങ്ങൾ ഏത് TV ചാനലാണ് കണ്ടത്? എല്ലാ ചാനലിലും കാണിക്കുന്നുണ്ട് സർ. ഞാൻ എല്ലാ ടീമുകൾക്കെതിരെയും കളിച്ചിട്ടുണ്ട്. പ്ലേയേഴ്സിനിടയിൽ ദേഷ്യത്തോടെ സംസാരിക്കാറുണ്ട്. എന്ന് വെച്ച് ഇതുവരെ പ്രോബ്ലം ഒന്നും ഉണ്ടായിട്ടില്ല. ഇതാണോ സ്പോർട്സ് സ്പിരിറ്റ്? ഉറപ്പായിട്ടും അങ്ങനെ തന്നെയാണ്. ഓസ്ട്രേലിയൻസ് ചെയ്താൽ ശരി, ഞങ്ങൾ ചെയ്താൽ തെറ്റ് എന്നാണോ? ഇല്ല സാർ, നിങ്ങൾ എല്ലാവരുടെ വഴക്കിടും സാർ. പോയി പാകിസ്ഥാൻ ടീം എല്ലാവരുടെ വഴക്കിടുന്നതുണ്ട്. അത് വഴക്കല്ല, അഗ്രഷൻ ഓൺ ദ ഫീൽഡ്. ആഫ്റ്റർ ഫീൽഡ് ഞങ്ങൾ എല്ലാവരും ഫ്രണ്ട്സ് ആണ്. 6 മണിക്ക് മാച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും തമാശ പറയും, പൊട്ടിച്ചിരിക്കും, ഒന്നിച്ച് പുറത്തു പോവും. അത് പിന്നെ സാർ, ഫീൽഡിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ കളിക്കുന്ന സമയത്ത് താങ്കൾ തന്നെ പറയാറുണ്ട് അഗ്രസീവ് ആയിരിക്കും, പരസ്പരം ഒരു വാശിയൊക്കെ വേണം, വഴക്കുകൾ ഉണ്ടാക്കാറുണ്ട്. അതിന് എന്തൊക്കെ വാക്കുകളായിരിക്കും ഉപയോഗിക്കുന്നത്? നിങ്ങളിത് ബീപ്പ് ചെയ്യേണ്ടി വരും, താഴെ കൊച്ചു കുട്ടികളൊക്കെ ഇരിക്കുന്നുണ്ട്. അല്ല, ബട്ട് ഐ തിങ്ക് ഇന്ത്യക്കെതിരായിട്ട് കളിക്കുന്നത് ഞാൻ വളരെ എൻജോയ് ചെയ്തിട്ടുണ്ട്. ഐ ഓൾവേസ് എൻജോയ്ഡ് ബിക്കോസ് അതുകൊണ്ട് പ്രഷർ വളരെ കൂടുതലായിരിക്കും. പിന്നെ എപ്പോഴും പറയാറുണ്ടല്ലോ ആഷസ് ആണ് ബെസ്റ്റ് സീരീസ് എന്ന്. അതിന് നോ കമ്പാരിസൺ. വെള്ളക്കാർക്ക് ഇതിനെപ്പറ്റി എന്തറിയാം? ആഷസ് വരും പോകും, ജയിച്ചാൽ വെൽ ഡൺ, അല്ലെങ്കിൽ ബാഡ് ലക്ക്. പക്ഷെ നമ്മുടെ സ്ഥാനത്ത് തോറ്റ 2 വർഷത്തേക്ക് ബാഡ് ലക്ക് ആണെന്ന് പറയാം. വൈസ് വേഴ്സായിട്ട് 2 രാജ്യങ്ങളിലും ഒറ്റ ടീം വരുന്ന സമയത്ത് ജനങ്ങൾ ചെരുപ്പുമാലയും കൊണ്ട് പോകാറുണ്ട്. അതെ, ചെരുപ്പുമാല, കഴുത, കുതിര എല്ലാം കൊണ്ടുവരും. ആൻഡ് ഐ തിങ്ക് അതും ഒരു തരത്തിൽ ഫണ്ണാണ്. അത് പ്ലേയേഴ്സിൽ പ്രഷർ ഉണ്ടാക്കാൻ തുടങ്ങും 2 മാസം മുന്നേ തന്നെ. ഒരുപക്ഷെ ഇന്ത്യ പാകിസ്ഥാനിൽ പോവാണെങ്കിൽ മുന്നേ തന്നെ സംസാരിക്കാൻ തുടങ്ങും. ഡ്രൈവർ ആരൊക്കെ കണ്ടാലും, റിക്ഷ ഡ്രൈവർ, അച്ഛൻ, അമ്മ, ചേച്ചി, അനിയൻ, ഫ്രണ്ട്സ് എല്ലാവരും പറയും നിങ്ങൾ തോൽക്കരുതെന്ന്. സോ അതുകൊണ്ട് തന്നെ പ്ലെയറിന്റെ ഉള്ളിൽ ഒരു പ്രഷർ ഉണ്ടാവും. ആൻഡ് ഇറ്റ്സ് എ ബ്യൂട്ടി ഓഫ് ഇറ്റ്. ആ പ്രഷറിനെ നമ്മൾ എങ്ങനെ കൺട്രോൾ ചെയ്യുന്നു എന്നത്. പിന്നെ അഗ്രഷനെ പറ്റി പറയുകയാണെങ്കിൽ
വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷേ അത് കാരണം പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല. എല്ലാ ടീമിലും ഇത് സംഭവിക്കും. ഞങ്ങളുടെ ടീമിലാണെങ്കിലും അവരുടെ ടീമിലാണെങ്കിലും ചെറിയ വഴക്ക് അത്രയേ ഉള്ളൂ. സച്ചിനെ പോലെ ഒരു പ്ലെയർ, രാഹുൽ ദ്രാവിഡിനെ പോലെ ഒരു പ്ലെയർ, അവരൊക്കെ ഗ്രേറ്റ് പ്ലേയേഴ്സ് ആണ്, വലിയ അംബാസിഡേഴ്സ് ആണ്. അവരൊന്നും ഞങ്ങളൊന്നും പറയാറില്ല. കാരണം അവരും ഞങ്ങളെയും ഞങ്ങളുടെ പ്ലേയേഴ്സിനെയും ഒന്നും പറയാറില്ല. സോ ഇതൊക്കെ ഒരു സൈക്ലിംഗ് പോലെയാണ്, എല്ലാവരും യൂസ് ചെയ്യും, അത്രയേ ഉള്ളൂ. ചില സമയത്ത് എന്താ തോന്നുന്നത് വെച്ചാൽ താങ്കൾ കളിയൊക്കെ നിർത്തിയതിന് ശേഷം താങ്കൾ ധാരാളം അഡ്വൈസ് ചെയ്യാറുണ്ട്, കമന്റുകൾ പറയാറുണ്ട്. അതിനെക്കുറിച്ചുള്ള കുറ്റാരോപണങ്ങൾ എന്റെ പക്കലുണ്ട്, പല അഭിപ്രായങ്ങളും ഉണ്ട്. ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം വസീം അക്രത്തിനോട് ചോദിക്കാം അദ്ദേഹത്തിന്റെ എക്സ്ട്രാ കമന്റിനെ കുറിച്ച്. ആപ്കി അദാലത്തിൽ ഇന്ന് വിചാരണയ്ക്കും ചോദ്യങ്ങൾക്കും നടുവിലിരിക്കുന്നത് ക്രിക്കറ്റ് സ്റ്റാർ വസീം അക്രമാണ്. ആപ്കി അദാലത്തിലെ വസീം അക്രത്തിന്റെ മേലുള്ള അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ ക്രിക്കറ്റ് സ്റ്റാർ വസീം അക്രത്തിന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം ആവശ്യമില്ലാത്ത കാര്യത്തിൽ തലയിടുന്നു എന്നുള്ളതാണ്. വസീം സാർ, ഇപ്പോൾ റീസെന്റ് ആയിട്ട് നടന്നൊരു കാര്യമാണിത്. താങ്കൾ ICC കുറിച്ച് പറഞ്ഞൊരു കാര്യമാണ്, ഇതിൽ വെള്ളക്കാരുടെ ഡോമിനേഷൻ ഉണ്ടെന്ന്. ഉണ്ട്. പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റുണ്ടോ? എഹ്സാൻ മണി, ഇദ്ദേഹം പാകിസ്ഥാനിൽ ചേർന്നൊരു വ്യക്തിയാണ്. ഇദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ഞാൻ വായിക്കാം. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വസീം അക്രം മനസ്സിലാക്കാതാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന്. ICCയിൽ എത്ര ഇന്ത്യക്കാരും പാകിസ്ഥാനികളും ഉണ്ടെന്നൊന്ന് പറയൂ. അദ്ദേഹം എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ആസ് എ പാകിസ്ഥാനി ഞാൻ ഹോണേഡ് ആണ്. ICC എനിക്ക് ആവശ്യമുള്ള പ്രിവിലേജ് നൽകുന്നുണ്ട്, എല്ലാ ഉത്തരവാദിത്വവും ഏറ്റെടുക്കുന്നുണ്ട്, ഒരു രാജ്യത്തിനും പ്രത്യേകിച്ച് പേടിക്കാനോ ഒരു ഫേവറോ ചെയ്യുന്നില്ല. അതിന് അദ്ദേഹം പറയുന്നു പാകിസ്ഥാനി മാത്രം ഉണ്ടാവണമെന്നല്ല, ശ്രീലങ്കൻ ഉണ്ടാവാം, ഇന്ത്യൻ ഉണ്ടാവാം. ഇപ്പോൾ വെള്ളക്കാർ ടെസ്റ്റ് മാച്ച് കളിച്ച് റിട്ടയർ ആവുകയാണെങ്കിൽ അവർക്ക് അവിടെ ജോലി കിട്ടും, ഒരു വർഷം പല ലക്ഷം പൗണ്ട്സ് കിട്ടും. പക്ഷെ നമ്മുടെ ക്രിക്കറ്റേഴ്സ് 5 ടെസ്റ്റ് മാച്ച് കളിച്ചാലും 2020 കളിച്ചാലും അവരെ എന്തുകൊണ്ട് ഇതിലേക്ക് വിളിക്കുന്നില്ല? എന്തുകൊണ്ട്? ഞാൻ ICCക്ക് എഗെയിൻസ്റ്റ് അല്ല, അവിടെ ജോലി എടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. പക്ഷെ ആർക്കും പറയാൻ പറ്റാത്തത് ഞാൻ പറയുന്നു. അതിനാണ് എല്ലാവരും അൺനെസസറി കമന്റ്സ് എന്ന് പറയുന്നത്. ഷമീർ അഹമ്മദിന് നേരെ 4 തവണ ആക്ഷൻസ് എടുത്തു. 2 തവണ ആക്ഷൻ എടുത്തത് ക്ലിയറായി, 2ാമത്തെ തവണ ആക്ഷൻ എടുത്തതും ക്ലിയറായി, 3ാമത്തെ തവണ എടുത്തതും ക്ലിയറായി. വീണ്ടും ആക്ഷൻ എടുത്ത് അദ്ദേഹത്തെ സസ്പെക്ട് ചെയ്തു. ഒരു തവണ ഒരാൾ ക്ലിയർ ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തെ ക്രിക്കറ്റ് കളിക്കാൻ വിടണം. ചുമ്മാ ഇടയ്ക്കിടെ ശല്യം ചെയ്തുകൊണ്ടിരിക്കരുത്. ഓസ്ട്രേലിയയിലേക്ക് പറഞ്ഞയക്കുകയാണെങ്കിൽ ഒരു തവണ ബയോമെട്രിക്സ്, പിന്നെ ഹൈ ഗാഡ്ജറ്റ്സ്, എന്തൊക്കെയുണ്ട്, എനിക്കതിന്റെ പേരറിയില്ല, അതൊക്കെ ചെയ്ത് ഒരാൾ ക്ലിയർ ആവുന്നുണ്ട്. എന്നിട്ട് വീണ്ടും എന്തിനാണ് ഒരാൾ ശല്യം ചെയ്യുന്നത്? അതുപോലെ തന്നെയാണ് ഹർഭജനും അവർ ചെയ്തത്. പിന്നെ ഷോയിബ് മാലിക്, ഞങ്ങളോട് മാത്രമാണ് ഇങ്ങനെ. പിന്നെ നിങ്ങൾ പറയൂ, എന്നെങ്കിലും ഏതെങ്കിലും ഒരു വെള്ളക്കാരൻ പ്ലെയറിനെ ഇങ്ങനെ ട്രീറ്റ് ചെയ്തിട്ടുണ്ടോ? പറയൂ സർ. താങ്കൾ പറഞ്ഞു വരുന്നത് വൈറ്റ് സ്കിൻ പ്ലെയേഴ്സിനും അങ്ങനെ സംഭവിക്കില്ലെന്നല്ലേ? അതെ, ശരിയാണ്. പിന്നെ നമ്മുടെ സ്ഥലത്തെ പ്ലെയേഴ്സിന് അവസരങ്ങൾ കിട്ടിയാലും അവർ തുറന്നു പറയുന്നില്ല. ഞാൻ എന്തിനു വേണ്ടിയാണ് സംസാരിക്കുന്നത്? ഞാൻ എനിക്ക് വേണ്ടിയല്ല സംസാരിക്കുന്നത്. ഫ്യൂച്ചറിൽ നമ്മുടെ ആളുകൾക്ക്, അതായത് ഇന്ത്യൻസിനും പാകിസ്ഥാനികൾക്കും ICCയിൽ ജോലി കിട്ടണം. അതായത് നമ്മുടെ രാജ്യങ്ങൾക്ക് റെപ്രസെന്റേറ്റീവ്സ് വേണം. പക്ഷേ ICCയുടെ പ്രസിഡന്റ് പാകിസ്ഥാനിൽ ചേർന്ന വ്യക്തിയാണ് എഹ്സാൻ മണി. അദ്ദേഹം ഒരു ഏഷ്യൻ ആണ്. അവിടെ ഒരു വേറുകൃത്യം ഇല്ലല്ലോ. അല്ല, അദ്ദേഹം ഏഷ്യൻ അല്ല. അദ്ദേഹം 25 വർഷമായിട്ട് ബ്രിട്ടനിലാണ് ഉള്ളത്. അദ്ദേഹം ബ്രിട്ടീഷാണ്. അദ്ദേഹത്തെ താങ്കൾ പാകിസ്ഥാനിയായിട്ട് അംഗീകരിക്കുന്നു? ഞാൻ അങ്ങനെ പറയുന്നില്ല, പക്ഷേ അദ്ദേഹം ഇവിടെയല്ല ജീവിക്കുന്നത്. പാകിസ്ഥാന്റെ ഫസ്റ്റ് ക്ലാസിനെ പറ്റി അദ്ദേഹത്തിന് അറിയില്ല, അതിന്റെ കൾച്ചർ അദ്ദേഹത്തിന് അറിയില്ല, അവരുടെ സൈക്കോളജി അദ്ദേഹത്തിന് അറിയില്ല, PCBയെ പറ്റിയും അദ്ദേഹത്തിനൊന്നും അറിയില്ല. അതാണ് ഞാൻ പറയുന്നത്. അദ്ദേഹം എന്താ പറയുന്നത് വെച്ചാൽ, വസീം അക്രം കൊടുത്ത സ്റ്റേറ്റ്മെന്റ് അതൊരിക്കലും ക്രിക്കറ്റിന് പ്രയോജനപ്രദമായ ഒരു കാര്യമല്ല. അത് ICCയിലുള്ള ഏഷ്യൻസിന് എതിരായിട്ടുള്ള ഒരു വാക്കുകളാണ്. എനിക്കറിയാവുന്ന കാര്യങ്ങൾ കുറച്ചേ ഉണ്ടാവും. പക്ഷേ എന്റെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ICCക്ക് എതിരല്ല. ഞാൻ ICCക്ക് എതിരെ ഒന്നും തന്നെ ചെയ്തിട്ടുമില്ല. ഒരുപക്ഷെ എഹ്സാൻ മണി അദ്ദേഹം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ ഇങ്ങനെ തന്നെ അദ്ദേഹത്തോട് പറയുമായിരുന്നുള്ളൂ. അതായത് അവരൊരു പുതിയ റൂൾ കൊണ്ടുവന്നിട്ടുണ്ട്. ബിക്കോസ് ഇൻ ദ എൻഡ് അവരുടെ കമ്മിറ്റിയിൽ എന്താണോ ഉള്ളത്, ഒരു 15 ഡിഗ്രി റൂൾ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു ബോളർ 15 ഡിഗ്രി ബെൻഡ് ആയാൽ, ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതൽ ബെൻഡ് ആയാൽ അത് തെറ്റാണെന്ന്. എനിക്ക് 15 ഡിഗ്രി എന്താണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. സാധാരണ ജനങ്ങൾക്കത് മനസ്സിലാവുമെന്നറിയില്ല. ശരി, അമ്പയർസ് എങ്ങനെയാണ് ഫീൽഡിൽ 15 ഡിഗ്രി നോക്കുക? സോ ഈ 2 തിങ്സ്, വക്കാറിന്റെ സേയിങ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, എയ്തർ യു ചെക്ക് ഓർ യു ഡോണ്ട്, ദർ ഇസ് നോ ഇൻ ബിറ്റ്വീൻ. നിങ്ങൾ ജെർക്ക് ആവുന്നുണ്ടോ അല്ലെങ്കിൽ ആവുന്നില്ലയോ? സോ സിംപ്ലിഫൈ ചെയ്യൂ, അതായത് ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ. സോ പ്ലേയേഴ്സ് അവരുടെ കരിയറിന്റെ തുടക്കത്തിൽ ഒരുപക്ഷെ സസ്പീഷ്യസ് ആക്ടിവിറ്റീസിലൂടെ അവരെ പിടിച്ച് നിങ്ങൾക്ക് അവരെ ശരിയായിട്ട് തോന്നില്ലെങ്കിൽ പിന്നെ അവരെ ബാൻ ചെയ്തോളൂ. മുരളീധരൻ 400 ടെസ്റ്റ് വിക്കറ്റ് എടുത്തിട്ടുണ്ട്, പക്ഷെ അദ്ദേഹത്തെ ജെർക്ക് എന്ന് പറയുന്നു. അതിനുശേഷം ജനങ്ങൾ അവരെ ശല്യം ചെയ്യുകയാണ് ഉണ്ടായത്. അതുവരെ മുരളീധരൻ കളിച്ചു, ആർക്കും ഒരു പ്രശ്നം ഉണ്ടായില്ല. അങ്ങനെയാണെങ്കിൽ സൗരവ് ഗാംഗുലിയെ ബാൻ ചെയ്തില്ലേ? അതും അന്യായം തന്നെയല്ലേ? ആ ഇൻസിഡന്റ് ഞാൻ കണ്ടിരുന്നില്ല. അതെ, അദ്ദേഹത്തെ ഒരുപാട് നാൾ ബാൻ ചെയ്തിരുന്നു. ഐ തിങ്ക് 2-3 മാച്ചുകൾക്ക് ബാൻ ചെയ്താൽ ഓക്കെ, ബട്ട് അദ്ദേഹത്തെ 6 മാച്ചുകളിലേക്ക് ബാൻ ചെയ്തു എന്നാണ് വിചാരിക്കുന്നത്.
അദ്ദേഹം ചെയ്ത ഓഫൻസ് കുറച്ച് കൂടിയതുകൊണ്ടായിരിക്കും അദ്ദേഹത്തിന് അങ്ങനെ ബാൻ കിട്ടിയത്. പിന്നെ അതിന്റെ റിസൾട്ട് അദ്ദേഹത്തിന്റെ കൈവശമുണ്ടായിരുന്ന ക്യാപ്റ്റൻഷിപ്പും പോയല്ലോ. തീർച്ചയായും ഐ തിങ്ക് 6 മാച്ച് കളിക്കാൻ പറ്റാത്തതുകൊണ്ട് താൽക്കാലിക ക്യാപ്റ്റന്റെ പെർഫോമൻസ് മികച്ചതാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം സ്ഥിരമാക്കും. ഇപ്പോൾ നമ്മുടെ സ്ട്രക്ചർ ഇംഗ്ലണ്ട് ഓസ്ട്രേലിയ പോലെയൊന്നും അല്ല. അതായത് ഒരു വർഷത്തേക്ക് അനൗൺസ് ചെയ്താൽ പിന്നെ അവരാണ്. ഇവിടെ സ്റ്റാൻഡിംഗ് ക്യാപ്റ്റൻ മാച്ച് ജയിച്ചാൽ പിന്നെ അത്രയുള്ളൂ കാര്യം. അടുത്ത ക്യാപ്റ്റൻ വീട്ടിലേക്ക് പോകേണ്ടി വരും. ഇറ്റ്സ് ഡിഫറെന്റ് കൾച്ചർ ഓൾ ടുഗദർ. ഞാൻ താങ്കളുടെ ഒരു സ്റ്റേറ്റ്മെന്റ് വായിച്ചിരുന്നു. അതിൽ താങ്കൾ പറയുന്നത് സൗരവ് ഗാംഗുലി മാറിപ്പോയെന്ന്, സ്റ്റൈൽ മാറിയെന്ന്, സ്ലീപ്പിംഗ് ക്യാപ്റ്റനായെന്ന്, അതായത് ഗ്രൗണ്ടിൽ ഉറങ്ങുന്ന ഒരു ക്യാപ്റ്റനായി മാറിയെന്ന്. ഞാൻ മാത്രമല്ല, പ്രസ് മുഴുവനും പറഞ്ഞു അദ്ദേഹത്തിന്റെ ഫീൽഡിംഗ് സെറ്റപ്പ് ഒന്നും ശരിയല്ല എന്ന്. ആസ് എ ക്യാപ്റ്റൻ യു ഹാവ് ടു ലീഡ് ഫ്രം ദ ഫ്രണ്ട്. സൗരവ് ഗാംഗുലിയുടെ അടുത്ത് 6 വർഷം മുന്നേ ഉണ്ടായിരുന്ന എന്തൂസിയാസം ഇപ്പോൾ ഇല്ല. അതായത് ഞാനിതെന്തിനാ പറഞ്ഞതെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് കുറച്ച് കോൺഫിഡൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ വഴക്ക് കേട്ടിട്ടാണെങ്കിൽ കൂടി അദ്ദേഹം കഠിനാധ്വാനം ചെയ്യേണ്ടതുണ്ട്. ഇപ്പൊ നെറ്റ്സിൽ നോക്കൂ, പ്രഷർ വന്നതിന് ശേഷം അദ്ദേഹം ബോളിംഗ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ആൻഡ് ദാറ്റ് ഇസ് മൈ പോയിന്റ്. സൗരവ് ഗാംഗുലി എന്തെങ്കിലും താങ്കളുടെ ബോളെ അടിച്ചിട്ടുണ്ടോ? ഒരു മാച്ചിൽ അടിച്ചിട്ടുണ്ട്. അത് സ്റ്റാർ സ്പോർട്സിൽ കാണിക്കാറുണ്ട്. കഴിഞ്ഞ ഒരു വർഷമായിട്ട് അവർ ഈ മാച്ച് മാത്രമേ കാണിക്കാറുള്ളൂ. ഒരുപക്ഷെ താങ്കളോട് ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റനെ തെരഞ്ഞെടുക്കാൻ പറഞ്ഞാൽ താങ്കൾ ആരെ തെരഞ്ഞെടുക്കും? അതായത് സച്ചിൻ തെണ്ടുൽക്കറിനെയാണോ, രാഹുൽ ദ്രാവിഡിനെയാണോ, സൗരവ് ഗാംഗുലിയാണോ? ഐ തിങ്ക് സച്ചിൻ 2 തവണ ട്രൈ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം എൻജോയ് ചെയ്യാണ്. അദ്ദേഹത്തിന് പ്രഷർ ആവശ്യമില്ല. റെക്കോർഡ്സ് ബ്രേക്ക് ചെയ്യാനുള്ള തിരക്കിലാണ്. പിന്നെ സൗരവ് ഗാംഗുലി ഇപ്പോൾ ക്യാപ്റ്റൻസി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നന്നായിട്ട് തന്നെ അദ്ദേഹം ചെയ്യുന്നുണ്ട്. ദ ബെസ്റ്റ് ക്യാപ്റ്റൻ ഇന്ത്യ എവർ പ്രൊഡ്യൂസ്ഡ് ആസ് ഫാർ ആസ് ദിസ് വിന്നിംഗ് കൺസേൺ. ആൻഡ് ദിസ് ഈസ് രാഹുൽസ് ടൈം. ആൻഡ് രാഹുൽ ഈസ് എ ഗ്രേറ്റ് പ്ലെയർ. ആൻഡ് ഹീസ് ഡൂയിങ് ഗുഡ് ജോബ്. താങ്കൾ എന്താണ് കരുതുന്നത്? ഇർഫാൻ പത്താനെ ഫ്യൂച്ചറിൽ വസീം അക്രത്തിന് ഈക്വലായിട്ടുള്ള ഒരു ബൗളറായിട്ട് കാണാൻ പറ്റുമോ? അതിനുള്ള സാധ്യതയുണ്ടോ? ഞാനിത് തീർച്ചയായിട്ടും ഡിഫർ ചെയ്യും. നോട്ട് ഇർഫാൻ പത്താൻ. ഇറ്റ്സ് ടു ഏർലി. നമുക്ക് അദ്ദേഹത്തെ കപിൽ ദേവിന്റെ കൂടെയോ മറ്റാരുമായിട്ടോ കമ്പയർ ചെയ്യാൻ പറ്റില്ല. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരുപാട് ടാലന്റ് ഉണ്ട്. പിന്നെ അദ്ദേഹത്തിന്റെ എയിം ഇങ്ങനെയായിരിക്കണം, അതായത് ഇന്ത്യക്ക് വേണ്ടി 10 മുതൽ 15 വർഷം വരെ കളിക്കണമെന്ന്. ഇവിടെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഒരു മാച്ച് ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരെ ബ്രാഡ്മാന്റെ കൂടെയൊക്കെ കമ്പയർ ചെയ്ത് കളയും. അതെ, ഇത് 100% ശരിയാണ്. നിങ്ങൾക്കറിയാലോ, ഒരുപാട് സ്പോൺസർഷിപ്പുകൾ വരും. ആ കളിക്കാരൻ പേടിച്ചു പോകും. ഞാൻ എത്ര വലിയ സ്റ്റാർ ആയോ എന്നൊക്കെ ചിന്തിച്ചു പോകും. അതൊരിക്കലും അത്ര നല്ലതല്ല. ഒരുപക്ഷെ ഇർഫാൻ 15 വർഷം കളിക്കണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഹി ക്യാൻ റീച്ച്. അദ്ദേഹം നന്നായി ബാറ്റിംഗ് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന് ഇപ്പോൾ നല്ലപോലെ വിക്കറ്റും കിട്ടുന്നുണ്ട്. പക്ഷേ 15 വർഷം കളിച്ചാൽ മാത്രമേ ഒന്ന് മനസ്സിലാക്കാൻ പറ്റൂ. 5 വർഷം കളിച്ചുകൊണ്ട് ഒരിക്കലും പറയാൻ പറ്റില്ല ഇർഫാൻ എന്നേക്കാളും നല്ല ബോളറാണോ അല്ലെങ്കിൽ കപിൽ ദേവിന് ഈക്വൽ ആയിട്ടുള്ള നല്ല ബോളറാണോ എന്നൊന്നും. ഇറ്റ്സ് ടു ഏർലി ടു കമ്പയർ. താങ്കൾക്ക് ഇങ്ങനെയൊക്കെ തോന്നാൻ കാരണം എന്താണ്? അതായത് ഇപ്പോഴൊക്കെ ഒരു മാച്ചിൽ 2 റൺ എടുത്താലോ അല്ലെങ്കിൽ വിക്കറ്റ് പോയാലോ അവരുടെ മനസ്സ് സ്ട്രഗിൾ ചെയ്യാൻ തുടങ്ങും. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അതെ, മീഡിയ പ്രസ് അറ്റൻഷൻ കിട്ടുമ്പോൾ മീഡിയയുടെ ഫസ്റ്റ് പേജിൽ തന്നെ നമ്മുടെ ഫോട്ടോസ് വരും. അപ്പോഴൊക്കെ ജനങ്ങൾ നമ്മളെ ഉറ്റുനോക്കും. പിന്നെ ഒരുപാട് സ്പോൺസേഴ്സ് കിട്ടും. പിന്നെ ഒന്ന് റിലാക്സ്ഡ് ആവും. പിന്നെ തന്നെ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല എന്നുള്ള ചിന്തയൊക്കെ വരും. പക്ഷേ ഇതിൽ പാകിസ്ഥാന്റെ കാര്യം കുറച്ച് ഡിഫറൻ്റ് ആണെന്ന് പറയാം. അവിടെ പ്ലേയേഴ്സ് അധികകാലം കളിക്കുന്നതിന്റെ കാരണം അവിടെ ആരും ലിഫ്റ്റ് ചെയ്യില്ല. എല്ലാവരും സ്പോൺസേഴ്സിനെ അന്വേഷിക്കും. പക്ഷേ ഇവിടെ സ്പോൺസേഴ്സ് വന്ന് ക്യൂവിൽ നിൽക്കും. അതാണ് ഇവിടെ വ്യത്യാസം. എന്തെങ്കിലുമൊക്കെ കഷ്ടപ്പെട്ട് കിട്ടിയാൽ മാത്രമേ അതിന്റെ മഹത്വം മനസ്സിലാവുകയുള്ളൂ. അതാണ് ഇവിടെ നടക്കുന്നത്. ഇന്ത്യയിലെല്ലാം ഒറ്റയടിക്ക് നടക്കുന്നു. കുറച്ച് ഗ്യാപ്പ് കൊടുക്കണം. ഒരു പയ്യൻ നന്നായിട്ട് കളിച്ചാൽ 2 വർഷം നോക്കണം. അതിനുശേഷം മാത്രമേ സ്പോൺസേഴ്സിനെ വിടാൻ പാടുള്ളൂ. അത് ആ പയ്യനും നല്ലതാണ്, പിന്നെ നമ്മുടെ കൺട്രിക്കും നല്ലതാണ്. താങ്കൾ എന്ത് അഡ്വൈസാണ് കൊടുക്കാൻ പോകുന്നത്? അതായത് മഹേന്ദ്ര സിംഗ് ധോണിയുണ്ട്, ഇർഫാൻ പത്താനുണ്ട്, ഇവർക്കൊക്കെ എന്ത് ഉപദേശമാണ് കൊടുക്കാൻ പോകുന്നത്? ഇവർക്കൊക്കെ സ്പോൺസർഷിപ്പ് ലഭിച്ചു കഴിഞ്ഞു. വീരേന്ദ്ര സെവാഗു ആ ലിസ്റ്റിൽ തന്നെയുണ്ട്. വളരെ നല്ല പ്ലെയർ ആണ്. അദ്ദേഹം 40 ടെസ്റ്റ് മാച്ചുകൾ കളിച്ചിട്ടുണ്ട്. 50 ആവറേജ് ഉണ്ട്. ഐ തിങ്ക് അദ്ദേഹം ഇപ്പോൾ നല്ലൊരു കാറ്റഗറിയിലാണുള്ളത്. ബാക്കിയുള്ള 2 പേരോട് ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു നല്ല സ്പോൺസർ വരികയാണെങ്കിൽ റെഫ്യൂസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയായിരിക്കും. അതായത് റെഫ്യൂസ് ചെയ്യേണ്ട, പക്ഷേ ഗെയിം നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. പെർഫോമൻസ് നന്നായാൽ എല്ലാം തന്നെ താനെ വന്നു ചേരും. കണ്ട സ്വപ്നങ്ങളെല്ലാം തന്നെ നിറവേറും. ഇൻ അവർ പാർട്ട് ഓഫ് ദ വേൾഡ് ക്രിക്കറ്റ് ഈസ് റിലീജിയൻ. സോ 2 വർഷത്തേക്ക് നമ്മുടെ പെർഫോമൻസ് വളരെ നന്നായിട്ട് സൂക്ഷിച്ചാൽ എല്ലാം തന്നെ താനെ വന്നു ചേരും. അതും 10 മടങ്ങ് അധികം വരും. വസീം സാർ, ഈ കോൺട്രവേഴ്സി അലിഗേഷനൊക്കെ കേട്ടതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് ചെറിയ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ ഈ ചോദ്യം ചോദിക്കുന്ന കാര്യമൊക്കെ സുനിൽ ഗവാസ്കർ സാറും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെന്നറിയാം. നിങ്ങൾ പഴയ ക്രിക്കറ്റിൽ PCC ടീമിൽ ഒരുപാട് റെക്കോർഡ് ബ്രേക്ക് ചെയ്തിട്ടുണ്ടെന്നറിയാം. പിന്നെ PCCയിൽ ആരൊക്കെ ഉണ്ടോ അവരൊക്കെ ക്രിക്കറ്റിൽ സ്പെല്ലിങ്ങോട് ആരംഭിക്കുന്ന സമയത്ത് അവർ ക്രിക്കറ്റ് ഹാൻഡിൽ ചെയ്യുന്ന വിധം നിങ്ങൾ മിണ്ടാണ്ടിരുന്ന് പ്രസ്സിൽ മാത്രം കമന്റ് അടിച്ചാൽ അതെനിക്ക് എന്താ തോന്നുന്നതെന്ന് വെച്ചാൽ ഇന്ത്യയുടെ അതൊരു കടമുള്ള ഒരു ജീവിതമായി മാറില്ലേ? ഇതുകൊണ്ട് ക്രിക്കറ്റ് മുന്നേറത്തില്ലല്ലോ. അത് ഞാനും അംഗീകരിക്കുന്നു. ക്രിക്കറ്റ് ബോർഡ് ചെയ്യുന്ന തെറ്റുകൾ നമ്മൾ പറഞ്ഞേ തീരൂ. അതുകൊണ്ടാണ് എന്നെ കോർട്ടിലേക്ക് വിളിച്ചത്. ഞാൻ ആവശ്യമില്ലാതെ സംസാരിക്കുന്നു പറഞ്ഞ് അറ്റാക്ക് ചെയ്യുന്നു. അതെ, ഇതിനെക്കുറിച്ച് എല്ലാവരും സംസാരിക്കണം. കാരണം നിങ്ങൾ ESPN ടീമിലും ഉണ്ടല്ലോ സാർ. പക്ഷേ എല്ലാവരും എന്തുകൊണ്ടാ ചേർന്ന് പറയാത്തത്? എനിക്ക് തോന്നുന്നത് ഞങ്ങളെപ്പോലുള്ള ടോപ്പ് പ്ലേയേഴ്സ് അത് പറഞ്ഞേ തീരൂ. ഏതെങ്കിലും ഒരു പ്ലെയറിനെതിരെ അനീതി നടന്നാൽ അല്ലെങ്കിൽ ക്രിക്കറ്റ് ബോർഡ് തെറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളത് തുറന്ന് പറയേണ്ടതുണ്ട്. അതിലൂടെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും. ജനങ്ങൾക്കും മനസ്സിലാക്കാൻ സാധിക്കും എന്താണ് നടക്കുന്നതെന്ന്. പക്ഷെ ആരും അങ്ങനെ ചെയ്യുന്നില്ല. ഞാൻ കുറച്ചു മുന്നേ പറഞ്ഞല്ലോ, എല്ലാവർക്കും ഒരു ഭയം ഉണ്ടാവും, അല്ലെങ്കിൽ കോൺട്രവേഴ്സിക്കകത്ത് പോകാൻ താല്പര്യം ഉണ്ടാവില്ല. എന്നിരുന്നാലും അവരവരുടെ ഒപ്പീനിയൻ പറഞ്ഞേ തീരൂ. റൈറ്റ് ഓർ റോങ് അവരത് പറഞ്ഞേ തീരൂ.
ഇനിയും ചില കുറ്റങ്ങൾ ആരോപിക്കുന്നുണ്ട്. അത് താങ്കളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതിനെക്കുറിച്ച് സംസാരിക്കാം. ഇപ്പോൾ ഒരു ബ്രേക്ക് എടുക്കാം. അതിനുശേഷം വസീം അക്രത്തിനുള്ള ചോദ്യങ്ങളും വിചാരണയും തുടരുന്നതായിരിക്കും. ആപ്കി അദാലത്തിൽ ഇന്ന് നമ്മൾ വിചാരണ നടത്തിക്കൊണ്ടിരിക്കുന്നത്, ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ക്രിക്കറ്ററായ വസീം അക്രത്തിനോടാണ്. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ ക്രിക്കറ്റ് സ്റ്റാർ വസീം അക്രത്തിന്റെ മേലുള്ള കുറ്റാരോപണം അദ്ദേഹം ഗ്ലാമറിന് പിന്നാലെ പോകുന്നു എന്നുള്ളതാണ്. ഇത് ഞാൻ ഇപ്പോഴും പറയും, ഗ്ലാമർ താങ്കളുടെ പിന്നാലെയാണോ ഓടുന്നത്? താങ്കൾക്കൊരു പ്ലേ ബോയ് ഇമേജും ഉണ്ട്. ഗ്ലാമർ ആർക്കാണ് ഇഷ്ടമില്ലാത്തത്? ബൈ ദ വേ, നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? പക്ഷെ താങ്കൾ ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത് താങ്കൾക്കൊരു പ്ലേ ബോയ് ഇമേജ് ഉണ്ടായിരുന്നു. അത് താങ്കൾക്ക് ഇഷ്ടമായിരുന്നു? പ്ലേ ബോയ് ഇമേജ് എനിക്ക് ഉണ്ടായിരുന്നിരിക്കാം, പക്ഷെ എന്റെ കല്യാണം കഴിഞ്ഞാണല്ലോ, അതുകൊണ്ട് അതിന്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ ഉണ്ടാവാം. അതുകൊണ്ടാണ് ഈ ചോദ്യം കൂടുതൽ ചോദിക്കുന്നത്. എക്സാക്ട്ലി. പക്ഷേ ഗ്ലാമറൊന്നും അത്രയൊന്നുമില്ല. ഫ്രണ്ട്സിന്റെ കൂടെയൊക്കെ പാർട്ടിക്ക് പോകും, അത്രയൊക്കെ ഉള്ളൂ. അത് നോർമൽ. താങ്കൾ ധരിച്ചിരുന്ന ടീഷർട്ടുകളിൽ ബിഗ് ബോയ്സ് പ്ലേ അറ്റ് നൈറ്റ് എന്ന് എഴുതിയതായിട്ട് ഞാൻ കേട്ടു. ഇത് നിങ്ങൾ പാകിസ്ഥാന്റെ പ്രസ്സിലായിരിക്കും കണ്ടിട്ടുണ്ടാവുക. ഐ തിങ്ക് നിങ്ങൾക്ക് ആർക്കും ഞാൻ അങ്ങനെ ഒരു ടീഷർട്ട് ഇട്ടതായിട്ട് കാണാൻ പറ്റില്ല. ഞാൻ അങ്ങനെ ഇട്ടിട്ടും ഉണ്ടാവില്ല. മധ്യപ്രദേശിലുള്ള ബുരാംപൂർ ജില്ലയിൽ 4 മക്കളുടെ അമ്മ വസീം അക്രത്തിന്റെ ഫാനാണ്. അവരെന്താ എഴുതിയിരിക്കുന്നതെന്ന് വെച്ചാൽ, ഞാൻ എല്ലാ കാര്യങ്ങളും മറന്ന് വസീം അക്രത്തിനെ സ്വന്തം ഭർത്താവായിട്ട് അംഗീകരിച്ചെന്ന്. അപ്പോൾ ഇതിൽ ഞാൻ എങ്ങനെയാണ് ഒരു ഗ്ലാമറസ് ബോയ് ആയിട്ട് മാറുന്നത് പറയൂ? അല്ല, ഞാനും ഈ ന്യൂസ് കണ്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. പക്ഷേ ഞാനൊരു കാര്യം മാത്രമേ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അവർ ഈ പ്രോഗ്രാം ഒരു പക്ഷേ കാണുന്നുണ്ടെങ്കിൽ, എൻ്റെ കല്യാണം കഴിഞ്ഞതാണ്, എനിക്കൊരു ഫാമിലി ഉണ്ട്. നിങ്ങളുടെയും കല്യാണം കഴിഞ്ഞതാണ്, നിങ്ങളുടെ ഭർത്താവിനെയും കുട്ടികളെ ശ്രദ്ധിക്കുക. എൻ്റെ കാര്യം നിങ്ങൾ വിട്ടേക്കുക. മറ്റൊരാൾ എന്താ എഴുതിയിരിക്കുന്നത് വെച്ചാൽ, വൺ ഡേ മാച്ച് ഞാൻ ടി വി കണ്ടതിന് ശേഷം അക്രത്തെ ഞാൻ എത്രത്തോളം ഇഷ്ടപ്പെടുന്നു എന്ന് വെച്ചാൽ, അതായത് ഞാൻ അദ്ദേഹത്തെ ഭർത്താവിനെ പോലെ കാണുന്നു. അതുകൊണ്ട് എൻ്റെ ഭർത്താവിനെ ഞാൻ ഡൈവോഴ്സ് ചെയ്ത് ഇപ്പോൾ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. പാവം, അയാളുടെ അവസ്ഥ ഇപ്പോൾ എന്തായിരിക്കുമെന്ന് എനിക്ക് ഓർക്കാൻ പോലും വയ്യ. ബട്ട് ഐ തിങ്ക്, ലൈക്ക് ഐ സെഡ്, ഞാൻ നിങ്ങളോട് ഇതേ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. എൻ്റെ റിക്വസ്റ്റ് ആണ്, നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയെയും കുട്ടികളെയും ശ്രദ്ധിക്കുക. 4 കുട്ടികളെ വളർത്തുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒരുപക്ഷെ അവര് 4 മക്കളുടെ അമ്മയല്ലാതെ 18-19 വയസ്സുള്ള ഒരു പെണ്ണായിരുന്നെങ്കിൽ അപ്പൊ പരിഗണിക്കായിരുന്നു. ഞാൻ ഇതും വായിച്ചിരുന്നു, താങ്കൾക്ക് ഒരു സിനിമയിൽ റോൾ ഓഫർ ചെയ്തിരുന്നു. അത് ഇന്ത്യൻ സിനിമയിൽ. പൂജ ഭട്ട് താങ്കൾക്ക് ഫിലിമിൽ ഓഫർ ചെയ്തിരുന്നു. അതെ, അതൊരു 1.5 വർഷം മുന്നേ ആയിരുന്നു. അപ്പോൾ താങ്കൾ ആലോചിച്ചില്ലേ? ഞാൻ മറ്റുള്ള ക്രിക്കറ്റേഴ്സിന്റെ സിനിമകൾ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് എന്നെ കൊണ്ട് പറ്റില്ല എന്ന് വെച്ചു. ഞാൻ സച്ചിന്റെ അജയ് പടം കണ്ടു. ആ പടത്തിന് ശേഷം വേറെ ഓഫറൊന്നും കിട്ടിയില്ല. മോഹസിൻ ഖാന്റെ പടം കണ്ടിട്ടുണ്ട്, സന്ദീപ് പട്ടീലിന്റെ പടം കണ്ടിട്ടുണ്ട്. ആൻഡ് ആക്ടിങ് ഈസ് എ പ്രൊഫഷൻ. ആൻഡ് അത് ക്രിക്കറ്റിനേക്കാളും വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ളൊരു പ്രൊഫഷനാണ്. നമ്മൾ അതിനെപ്പറ്റി ഒരുപാട് പഠിക്കേണ്ടതുണ്ട്. ആൻഡ് വി ഹാവ് ടു സ്റ്റാർട്ട് ഫ്രം സ്ക്രാച്ച്. നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ, വസീം അക്രം 40ാമത്തെ വയസ്സിൽ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാത്തിനുപരിയായിട്ട് അദ്ദേഹത്തിന് ആക്ടിങ്ങിനെ പറ്റി ഒന്നും അറിയില്ല. സോ ഇറ്റ്സ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ. എനിക്ക് ആക്ടിങ് ഇഷ്ടമാണ്, പക്ഷേ എന്നെ കൊണ്ടൊരിക്കലും ഒരു നടനാവാൻ പറ്റില്ല. കൊള്ളാം, താങ്കൾ ധൈര്യമായിട്ട് എല്ലാവരുടെ സിനിമയും കാണാറുണ്ട്. പക്ഷെ ഞാൻ ഒരാളുടെ സിനിമയെ കണ്ടുള്ളൂ, പക്ഷെ അരമണിക്കൂറിൽ കൂടുതൽ കാണാൻ സാധിച്ചു. അതെ, ഞാൻ ബിറ്റ്സ് ആൻഡ് ബോബ്സിൽ കണ്ടിട്ടുണ്ട്. കുറച്ചേ കണ്ടിട്ടുള്ളൂ, പക്ഷേ ഞാനത് കണ്ടു. പക്ഷേ ഒരു ക്രിക്കറ്റർ ചെയ്യുമ്പോൾ വളരെ എക്സൈറ്റിംഗ് ആയിരിക്കും. ഒരു ക്രിക്കറ്റർ എങ്ങനെ ചെയ്യുന്നു എന്നത് കാണാൻ ആകാംക്ഷയുണ്ടാവും. ഞങ്ങൾ ഒന്നിച്ചാണത് കണ്ടത്. ശേഷം ഞങ്ങൾ അദ്ദേഹത്തെ കളിയാക്കുകയും ചെയ്തു. സോ നിങ്ങളൊന്ന് ഓർത്ത് നോക്കൂ, ഞാൻ അഭിനയിച്ചിരുന്നെങ്കിൽ എൻ്റെ കൊളീഗ്സ് തീർച്ചയായിട്ടും എന്നെയും കളിയാക്കിയാനെ. നമ്മുടെ അടുത്ത് സമയം കുറവാണ്. 3ാമത്തെ റോയിൽ അക്രം അങ്കിൾ, എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ഇതുവരെ നിങ്ങളെപ്പോലത്തെ ഒരു ബൗളർ ഇല്ലാത്ത? എന്താ? താങ്കളെപ്പോലുള്ള ബൗളേഴ്സ് ഇന്ത്യൻ ടീമിൽ എന്തുകൊണ്ടില്ലെന്ന് മോനെ, ഇപ്പം നിങ്ങളുടെ ടീമിൽ ഒരു പുതിയ പ്ലെയർ വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ കയ്യിൽ RP സിംഗ് ഉണ്ട്, ഇർഫാൻ പട്ടാനുണ്ട്, പിന്നെ സഹീർ ഖാനും നിങ്ങളുടെ പക്കലുണ്ട്. പിന്നെ അദ്ദേഹം 5 മാച്ചുകളിൽ 30 വിക്കറ്റ് എടുത്തിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിനെ സെലക്ട് ചെയ്യുന്നില്ല, എന്ത് ചെയ്യാൻ പറ്റും? പക്ഷേ നിങ്ങളുടെ കയ്യിൽ ഇപ്പോഴും നല്ല ബോളേഴ്സ് ഉണ്ട്. ഇന്ത്യയിൽ ഫാസ്റ്റ് ബോളേഴ്സ് ഇല്ലെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇപ്പം നിങ്ങൾ വിക്കറ്റ് എടുക്കുന്നത് വെച്ച് നോക്കിയാൽ ഫാസ്റ്റ് ബോളേഴ്സ് ഇല്ലെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ഐ മീൻ, ടെസ്റ്റ് ക്രിക്കറ്റിൽ ഡെഡ് വിക്കറ്റ്സ് എടുക്കുകയാണെങ്കിൽ ക്രിക്കറ്റ് കാണാൻ തന്നെ ഒരു രസവും ഉണ്ടാവില്ല. സ്പിന്നറിനെ ഔട്ടാക്കുന്നു. പിന്നെ ഫാസ്റ്റ് ബോളേഴ്സ് എങ്ങനെയാണ് ഉയർന്നു വരിക? ഇന്ത്യ, പാകിസ്ഥാൻ. ഇപ്പോൾ ഇംഗ്ലണ്ടിന്റെ കൂടെ പാകിസ്ഥാൻ ജയിക്കുകയുണ്ടായി. പക്ഷേ ഡെഡ് വിക്കറ്റ് അവർ ലോ സ്ട്രാറ്റജി ഉപയോഗിക്കുകയാണ് ഉണ്ടായത്. പക്ഷേ ഇതുവരെ ഞാൻ നിങ്ങളുടെ രാജ്യത്ത് ഗ്രീൻ വിക്കറ്റ് കണ്ടിട്ടേ ഇല്ല. ഞാൻ 20 വർഷങ്ങളായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഫാസ്റ്റ് ബോളേഴ്സിനേക്കാളും സ്പിന്നേഴ്സിനാണ് ജനങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത്. വസീം സാർ, എന്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, 1999 ഇന്ത്യ പാകിസ്ഥാനില് ടെസ്റ്റ് മാച്ച് ഒരെണ്ണം ഡൽഹി സംഭവിച്ചുകൊണ്ടുണ്ടായിരുന്നു. അതെ, ആ മാച്ചില് നമ്മുടെ അനിൽ കുംബ്ലെ സാർ 9 വിക്കറ്റ് എടുത്തു. അപ്പൊ നിങ്ങളും വക്കാട്ട് യൂനിസ് സാറും കൂടെ കളിച്ചോണ്ടിരുന്നു. ഗ്രൗണ്ടിൽ ഇരുന്ന സമയത്ത് ഞാൻ എന്താ അറിഞ്ഞെന്ന് വെച്ചാൽ, വക്കാർ സാറ് നിങ്ങളുടെ അടുത്ത് എന്താ പറഞ്ഞെന്ന് വെച്ചാൽ, റൺഔട്ട് ആയേക്ക് എന്തിനാന്ന് വെച്ചാൽ അവസാനത്തെ വിക്കറ്റ് അവർക്ക് കിട്ടണ്ടാടാ എന്ന് പറഞ്ഞ്. സോ
വേണോന്ന് വെച്ചാണ് നിങ്ങൾ വിക്കറ്റ് കൊടുത്തതെന്നും പറഞ്ഞു. അല്ലല്ല, ഞാൻ വേണോന്ന് വെച്ച് കൊടുത്തൊന്നുമല്ല. വഖാർ കെയിം ടു മീ. അത് റണ്ണൌട്ട് എടുക്കാൻ നല്ലൊരു ചാൻസ് ആയിരുന്നു. അതൊരു വൈഡ് ബോൾ ആയിരുന്നു. പിന്നെ ശ്രീനാഥ് ആയിരുന്നു ആ ഓവർ ചെയ്യുന്നത്. വൈഡ് ബോളിംഗ്. പിന്നെ വഖാർ അത് വളരെ ഓപ്പൺ ആയിട്ട് തന്നെ അടിച്ചു. പക്ഷേ ആ ക്യാച്ച് ഫീൽഡേഴ്സ് പിടിച്ചില്ല, അതിനെ വിട്ടുകളഞ്ഞു. കാരണം കുംബ്ലേക്ക് 10 വിക്കറ്റ് കിട്ടണമല്ലോ. സോ ഞാൻ പറഞ്ഞു, വഖാർ, ഞങ്ങൾ ജനറലായിട്ട് ഡിസ്കസ് ചെയ്യുകയായിരുന്നു, ഒന്നും ഡിസൈഡ് ചെയ്തില്ല. കാരണം ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞ് ഞങ്ങൾ ചുമ്മാ ഫൺ ചെയ്തു. സോ ഞാൻ പറഞ്ഞു, വഖാർ, ഇതൊക്കെ വിധിയാണ്. അദ്ദേഹത്തിന് 10 വിക്കറ്റ് എടുക്കാൻ വിധിയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് എടുക്കും. അതില്ലെങ്കിൽ അത് നടക്കില്ല. ഞാൻ പറഞ്ഞു, ഞാൻ ഔട്ട് ആവത്തില്ല. ഐ വാസ് ഫേസിംഗ് ഹിം. ഞാൻ പറഞ്ഞു, ഞാൻ ഒരിക്കലും ഔട്ട് ആവില്ല, ഞാൻ വേണമെങ്കിൽ എഴുതി ഒപ്പിട്ട് തരാമെന്ന്. പക്ഷേ അടുത്ത ബോളിൽ തന്നെ ഞാൻ ഔട്ടായിട്ട് പുറത്തേക്ക് പോയി. പിന്നെ വഖാർ ഔട്ട്. പിന്നെ വഖാർ ഞാൻ ഔട്ടായി പോകുന്നത് നോക്കി നിന്നുകൊണ്ടേയിരുന്നു. അദ്ദേഹം എന്നോട് ചോദിച്ചു, നിങ്ങൾ പറഞ്ഞ പോലെ ഒന്നും നടന്നില്ലല്ലോ എന്ന്. പക്ഷെ ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിന് വിധിയുണ്ട് ഇന്ന് 10 വിക്കറ്റ് എടുക്കാൻ. പക്ഷേ ഇതൊന്നും സ്പോർട്സ്മാൻ സ്പിരിറ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. സോ അദ്ദേഹത്തിന് ലെക്ക് ഉണ്ടായിരുന്നു, 10 വിക്കറ്റ് എടുക്കാൻ അദ്ദേഹത്തിന് ഭാഗ്യമുണ്ടായി. അനിൽ കുംബ്ലെ ഗ്രേറ്റ് ബോളർ, ആൻഡ് തീർച്ചയായും അദ്ദേഹത്തിന് ഡിസർവിംഗ് ആയിരുന്നു. താങ്കൾ ഏതെങ്കിലും ഒരു പ്രവൃത്തി തുടങ്ങിയിട്ടുണ്ടോ? ഇതെന്റെ ജീവിതത്തിൽ ഒരു മിഷനാണ്, ഇത് തുടങ്ങാൻ പോവുകയാണെന്ന് പറഞ്ഞ് ഇപ്പോൾ എൻ്റെ ക്രിക്കറ്റ് കരിയർ അവസാനിച്ചു എന്ന് കരുതി? അതെ, തീർച്ചയായിട്ടും. നിങ്ങൾക്കറിയാമെന്ന് കരുതുന്നു, ഞാൻ ടൈപ്പ് 1 ഡയബറ്റിക് ആണ്. ഇൻസുലിൻ ഡിപ്പെൻഡ് ഫോർ ദ ലാസ്റ്റ് 10 ഇയേഴ്സ്. ഞങ്ങളുടെ റിലീജിയണിൽ ഡയബറ്റിക് ആവുന്നത് ഒരു കുറ്റമാണ്. ജനങ്ങളത് ഹൈഡ് ചെയ്യാൻ ശ്രമിക്കും. പക്ഷേ ആ ഡിസീസ് വന്നാലും നമ്മൾ സന്തോഷത്തോടെ ജീവിക്കാൻ തന്നെ നോക്കും. പക്ഷേ അത് വരികയാണെങ്കിൽ ബ്ലഡ് ഷുഗർ ലെവൽ നമ്മളെപ്പോഴും കൺട്രോളിൽ വെക്കണം. ഭക്ഷണം നമ്മൾ ഹെൽത്തി ആയിട്ട് കഴിക്കണം. പിന്നെ നല്ലോണം എക്സസൈസ് ചെയ്യണം. പിന്നെ ഇത് ഒരുപാട് സ്ഥലങ്ങളിൽ കേട്ടിട്ടുണ്ട്. ഡയബറ്റിക്സ് ഉള്ള കാര്യം പറഞ്ഞാൽ ചിലർ ഡിവോഴ്സ് അടക്കം ചെയ്യാറുണ്ടെന്ന്. അതുപോലെ തന്നെയാണ് ആൺകുട്ടികളും. അപ്പോൾ ഞാൻ 10 സിറ്റികളിലേക്ക് ഇന്ത്യയിൽ ബ്രാൻഡ് അംബാസിഡറായിട്ട് പോയി ഫോർ റോസ് ഡയഗ്നോസ്റ്റിക്സ് ഇൻ ഇന്ത്യ. ഐ ഹാവ് ബീൻ ടു 10 സിറ്റീസ്. എല്ലാ വലിയ സിറ്റികളിലേക്കും പോയി അവിടെ ജുവനൈൽ ഡയബറ്റിക്സ് പേഷ്യൻസിനെ കണ്ടു. അതായത് കിഡ്സ്. ഒരു കൊച്ചു പയ്യൻ, 5 വയസ്സുള്ള പയ്യൻ, കിഡ് ഡയബറ്റിക്. അവൻ ജീവിതകാലം മുഴുവൻ ഒരു ദിവസം 3 ഇഞ്ചക്ഷൻ എടുക്കണം. 3 ഇഞ്ചക്ഷൻസ് പെർ ഡേ ഓൾ ഹിസ് ലൈഫ്. ആ പാരൻസിന്റെ അവസ്ഥ എന്തായിരിക്കും? അതെങ്ങനെയാ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും? അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പോലും പിടികിട്ടില്ല. സോ കുട്ടികളെ കണ്ടുമുട്ടി, ഡയബറ്റിക് പേഷ്യൻസിനെ കണ്ടുമുട്ടി, അവരെ ഞാൻ മോട്ടിവേറ്റ് ചെയ്യാറുണ്ട്. ഒരുപക്ഷെ എനിക്ക് ഈ ജീവിതം ജീവിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് പറ്റില്ല? സോ ഐ തിങ്ക് ഇതിനേക്കാളും വലിയൊരു കാര്യം എനിക്ക് ഇനി ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അതും ഇന്ത്യയിലും പാകിസ്ഥാനിലും. അപ്പോൾ താങ്കൾ എന്താണ് പറഞ്ഞു വരുന്നത്? താങ്കൾ ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത്, ബോളിംഗ് ചെയ്യുന്ന സമയത്ത് നല്ല ബലം ആവശ്യമുണ്ട്. പക്ഷെ ആ സമയത്ത് താങ്കൾക്ക് ഡയബറ്റീസ് ഉണ്ടായിരുന്നു. അതെ, കഴിഞ്ഞ 10 വർഷമായിട്ടുണ്ട്. എനിക്ക് ഡയബറ്റിക്സ് വന്നപ്പോൾ എനിക്ക് 31 വയസ്സ്, അതായത് 97-ൽ. ഞാനപ്പോൾ വളരെ വിഷമിച്ചു. എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു രോഗം വന്നു എന്ന് ചിന്തിച്ചു. ചിലർ പറയും സ്വീറ്റ്സ് കഴിച്ചാൽ ഈ രോഗം വരുമെന്ന്. പക്ഷേ സ്വീറ്റ്സിനും ഇതിനും യാതൊരു ബന്ധവുമില്ല. അവർക്കൊന്നും അവയർനെസ് ഇല്ല. ചിലർ പറയും തടി ഉണ്ടെങ്കിൽ ഈ രോഗം വരാമെന്ന്. പക്ഷേ ഞാൻ തടിച്ചിട്ടല്ല. എക്സസൈസ് ചെയ്യാത്തവർക്ക് വരുമെന്ന് പറയും. പക്ഷേ ഞാൻ സ്ഥിരമായിട്ട് ചെയ്യാറുണ്ട്. സോ അതൊക്കെ തെറ്റായിട്ടുള്ള കോൺസെപ്റ്റ്സ് ആണ്. എനിക്കും അറിയില്ലായിരുന്നു ഡയബറ്റിക്സ് എന്താണെന്ന്. പക്ഷേ ഇപ്പോൾ എനിക്ക് മനസ്സിലായി ഇതെന്താണ്, എന്തുകൊണ്ട് വരുന്നു എന്ന്. ജനറ്റിക്സ് ആണോ അല്ലെങ്കിൽ ടെൻഷൻ റിലേറ്റഡ് ആണോ എന്ന്. ഒരിക്കൽ നിങ്ങൾക്ക് ഡയബറ്റിക്സ് വന്നു എന്നാൽ അത് ജീവിതകാലം മുഴുവൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ജീവിതത്തിൽ എനിക്ക് ഒരേ ഒരു മോട്ടോയേ ഉള്ളൂ, ഞാൻ നന്നായിട്ട് തന്നെ ജീവിക്കും, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കും, ഞാൻ എക്സസൈസ് ചെയ്യും. പിന്നെ ടെൻഷൻ, ഞാൻ ഒരിക്കലും ടെൻഷൻ അടിക്കില്ല. നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ, അനാവശ്യമായി ഒരിക്കലും ടെൻഷൻ അടിക്കില്ല. സോ എല്ലാ ജനങ്ങളോടും എനിക്ക് പറയാനുള്ള മെസ്സേജ് ഇതാണ്. പിന്നെ നമ്മുടെ രാജ്യത്ത് മൾട്ടിനാഷണൽ കമ്പനീസ്, ഞാൻ അനാവശ്യമായിട്ട് പറയല്ല, മെസ്സേജോട് കൂടി പറയാണ്, മൾട്ടിനാഷണൽ കമ്പനീസ് ജനങ്ങളെ വെച്ച് സമ്പാദിക്കുന്നവർ അവരുടെ 1% ജനങ്ങൾക്ക്, പാവപ്പെട്ട ജനങ്ങൾക്ക് കൊടുക്കുകയാണെങ്കിൽ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കും. ഞങ്ങളുടെ ഗ്രാമത്തിലൊക്കെ നോക്കിയാൽ ആർക്കൊക്കെയാണോ ഡയബറ്റിക്സ് ഉള്ളത് അവർക്ക് പെയിൻ ഉണ്ടാവും. എനിക്ക് ഡയബറ്റിക് വന്നപ്പോൾ പെയിൻ ഇല്ലായിരുന്നു. പെയിന് വരികയാണെങ്കിൽ, കിഡ്നി ഫെയിലിയർ ആവുകയാണെങ്കിൽ കാര്യം കഴിഞ്ഞു. സോ പാവം അവർക്ക് എന്താണ് അസുഖമെന്ന് പോലും പിടികിട്ടില്ല. ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും ചെറിയ ഗ്രാമങ്ങളിലുള്ളവർക്ക് എന്തറിയാൻ പറ്റും? സോ നെക്സ്റ്റ് സ്റ്റെപ്പ്, ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും ചെറിയ ഗ്രാമങ്ങളിലേക്ക് പോയി കാർഡിയോളജിസ്റ്റിനെ കൂട്ടിക്കൊണ്ടുപോകും, ഡയബറ്റോളജിസ്റ്റിനെയും കൂടെ കൊണ്ടുപോകും. ദിവസം മുഴുവനും ജനങ്ങളെ ചെക്കിംഗ് ചെയ്യും. ഡയബറ്റിക് ഉള്ളവരോട് പറയും, അതായത് ആ രോഗം അവർക്കുള്ളതായിട്ട്. പിന്നെ ഇൻസുലിൻ പ്രൊവൈഡ് ചെയ്യണം. ആൻഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് റോസ്, ഒരു കമ്പനിയെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി മുന്നിൽ വരികയാണെങ്കിൽ, അവരുടെ പ്രോഫിറ്റിന്റെ 2% രാജ്യത്തിന് തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വലിയ കാര്യമാവും. ആപ്കി അദാലത്തിൽ നമ്മൾ വിചാരണ നടത്തിക്കൊണ്ടിരിക്കുന്നത് പാകിസ്ഥാൻ ക്രിക്കറ്ററായ വസീം അക്രത്തിനോടാണ്. ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ഇന്നത്തെ ജഡ്ജിയായ കല്യാൺ കാർക്കറിന്റെ ജഡ്ജ്മെന്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ആപ്കി അദാലത്തിൽ ഇന്ന് നമ്മൾ വിചാരണ നടത്തിയത്, ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നത് പാകിസ്ഥാൻ ക്രിക്കറ്ററായ വസീം അക്രത്തിനോടാണ്. ഇപ്പോൾ ഇന്നത്തെ ജഡ്ജിയായ കല്യാൺ കാർക്കറിന്റെ ജഡ്ജ്മെന്റ് എന്താണെന്ന് നോക്കാം. വസീം അക്രം, എല്ലാ കുറ്റാരോപണങ്ങൾക്കും നിങ്ങൾ നല്ലപോലെ ഡിഫൻസ് ചെയ്തിട്ടുണ്ട്. വിത്ത് എ ലോട്ട് ഓഫ് ട്രാൻസ്പെറൻസി, ഫോർ ഫ്രൈറ്റനൻസ് ആൻഡ് സെൻസ് ഓഫ് ഹ്യൂമർ. നിങ്ങൾ ഡയബറ്റിക്സിന് വേണ്ടി എടുത്ത ഓരോ ഇതും വിച്ച് ഈസ് അവേ ഫ്രം ക്രിക്കറ്റ്, അതിന് ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നു. ഈ നീതിപീഠം വസീം അക്രം സാറിനെ ഗൗരവമായി അയക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. താങ്ക് യു.
യു. പാകിസ്ഥാൻ ക്രിക്കറ്ററായ വസീം അക്രം എത്രത്തോളം മനോഹരമായി ബൗളിംഗ് ചെയ്യുന്നുവോ, എത്രത്തോളം മനോഹരമായി ബാറ്റിംഗ് ചെയ്യുന്നുവോ, അത്രത്തോളം മനോഹരമായി ഡയബറ്റീസ് ക്യാമ്പയിൻ ഈ ലോകത്തിന്റെ എല്ലാ മൂലയ്ക്കും കൊണ്ടുപോയി ചേർക്കുമെന്ന് വിശ്വസിക്കുകയാണ്. ഇന്ത്യയിലും പാകിസ്ഥാനിലെ ജനങ്ങൾക്ക് നല്ലത് ചെയ്യുമെന്നുള്ള വിശ്വാസത്തോടുകൂടി ഈ പ്രോഗ്രാം ഇതോടെ അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ പുതിയൊരു അതിഥിയോടൊപ്പം വീണ്ടും വന്ന് നിങ്ങളെ കാണുന്നതായിരിക്കും. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം.